ഒരു ഹിന്ദുത്വ മതനിർമ്മിതി നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന മതമേ ഇല്ലല്ലോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഉണ്ടായിരുന്ന ജാതിയാണ്. 34 കൊല്ലം ബംഗാളിൽ ഭരിച്ചു. എന്തുകൊണ്ട് തിരിച്ചടിയുണ്ടായി? കേരളത്തിലെ തിരിച്ചടിയെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു വെച്ചല്ലോ. അതായത് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു വെച്ചതിനേക്കാളും കൂടുതൽ വ്യക്തതയോടുകൂടി കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞു വെച്ചു. പണ്ട് AK ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ അവസരത്തിൽ ശിവഗിരിയിൽ നടത്തിയിട്ടുള്ള ഒരു പോലീസ് ബലപ്രയോഗം 2024 എൻ്റെ ഒരു പുസ്തകം പുറത്തു വന്നിട്ടുണ്ട്. കേരളം മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം. അതും വലിയ തോതിൽ ചർച്ച ചെയ്തു. ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി താങ്കളെ അതിൻ്റെ നേതൃത്വത്തിൽ അവരോധിച്ചു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലോകത്ത് ഒരിടത്തുമില്ലാത്ത ജാതി വ്യവസ്ഥയല്ലേ ഇന്ത്യ രാജ്യത്ത്? അത് ഹിന്ദുത്വവാദികളാണ് മറുപടി പറയേണ്ടത്. ഈ സനാതന മൂല്യങ്ങളെപ്പറ്റി ഘോരഘോരം ബഡായി പറയുന്ന സംഘപരിവാരത്തിൻ്റെ ആളുകളാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുവർണകാലത്തെ സംബന്ധിച്ച് ബഡായി പറയുന്ന ആളുകളാണ് പറയേണ്ടത് എന്താണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനം. ലോകത്ത് ഒരിടത്തുമില്ലാത്ത ഏർപ്പാടല്ലേ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള ഒരു വിഭാഗം എന്ന നിലക്ക് മനുഷ്യരെ വിഭജിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ധാർമ്മിക മൂല്യങ്ങൾ എന്ന നിലക്ക് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ BJPയും അതിൻ്റെ പിന്നിലുള്ള RSSും അതിനെ കൃത്യമായിട്ട് തകർക്കാൻ ശ്രമിച്ചല്ലോ. ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു, ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. എന്നിട്ടും എരച്ചെത്തിയല്ലോ പാറ്റകൾ. പക്ഷെ പാറ്റകൾ ഒറ്റക്കല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനൊരു സംഘടന രൂപമുണ്ട്. ജനാധിപത്യ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നത് എന്താണ്? പുതിയ തലമുറ, അതിലാണ് പ്രതീക്ഷ. സ്വതന്ത്ര സംഭാഷണങ്ങൾക്ക് സ്വതന്ത്ര പിന്തുണ കൂടിയേ തീരൂ. യാതൊരു കോർപ്പറേറ്റ് പിന്തുണയുമില്ലാതെയാണ് ജസ്റ്റ് റൈറ്റ്സ് എന്ന സ്വപ്നത്തിലേക്കുള്ള യാത്ര നമ്മൾ ആരംഭിച്ചത്. അത് ഇതുപോലെ തുടരണമെങ്കിൽ നിങ്ങളുടെ പിന്തുണ കൂടിയേ തീരൂ. ഗൗരവതരമായ സംഭാഷണങ്ങൾക്ക് പ്രസക്തിയുണ്ട് എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുവെങ്കിൽ പ്ലീസ് കൺസിഡർ കോൺട്രിബ്യൂട്ടിംഗ് ടു ദിസ് കോസ്. കോൺട്രിബ്യൂഷനുള്ള ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിലും കമൻറ്റിലും നിങ്ങൾക്ക് കാണാം. ജസ്റ്റ് റൈറ്റ്സിനൊപ്പം നിൽക്കുന്നതിന്, നിങ്ങളോടൊപ്പം ചേർത്ത് നിർത്തിയതിന് നന്ദി. പ്രിയമുള്ളവരെ, ജസ്റ്റ് റൈറ്റ്സിൻ്റെ പുതിയ എപ്പിസോഡിൽ കേരളത്തിൻ്റെ രാഷ്ട്രീയ മണ്ഡലത്തിൽ മുഖവുരകൾ ആവശ്യമില്ലാത്ത ശ്രീ P. ജയരാജനാണ് നമ്മളോടൊപ്പമുള്ളത്. ഒരു രാഷ്ട്രീയ നേതാവ് എന്നതിലുപരി കേരളത്തിൻ്റെ സാംസ്കാരിക മണ്ഡലത്തിൽ എഴുത്തിലൂടെയും പ്രഭാഷണങ്ങളിലൂടെയും നിറസാന്നിധ്യമായ അദ്ദേഹത്തിൻ്റെ ഏറ്റവും പുതിയ പുസ്തകം സനാതനികളുടെ ഹിന്ദുത്വ വഴികൾ എന്ന പുസ്തകത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു സംസാരമാണ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത്. സ്വാഗതം ശ്രീ P. ജയരാജൻ. നമ്മൾ പുസ്തകത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മുടെ ഒരു ജീവിതാനുഭവങ്ങളിൽ നിന്ന് എപ്പോഴാണ് നമ്മൾ ഈ മതത്തെക്കുറിച്ചും ജാതിയെക്കുറിച്ചും സമൂഹത്തെക്കുറിച്ചുമുള്ള ഒരു അഭിപ്രായം രൂപീകരിച്ച് അതിൻ്റെ ഒരു പ്രത്യേക സാഹചര്യം എങ്ങനെയായിരുന്നു എന്നറിഞ്ഞാൽ കൊള്ളാം. അതായത് നമുക്ക് ഈ ആലോചനാശേഷി വന്ന സന്ദർഭങ്ങളിൽ ഓരോന്നിലും നമ്മൾ ഇടപെടുന്ന സാമൂഹ്യ ജീവിതത്തിൽ വിശ്വാസമുണ്ടല്ലോ. ഇപ്പോൾ എൻ്റെ കുടുംബജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ കുടുംബത്തിൽ ഒരു ആരാധനാലയമുണ്ട്. തറവാട് ിലെ ഒരു ആരാധനാലയം. അത് മടപ്പര എന്നാണ് അറിയപ്പെടുന്നത്. മുത്തപ്പൻ്റെ മടപ്പര, മടയൻ്റെ പുരയാണല്ലോ മടപ്പര എന്ന് പറയുന്നത്. അപ്പോൾ അത് പരമ്പരാഗതമായിട്ട് ഞങ്ങൾ ചെയ്യേണ്ട കർമ്മങ്ങളുണ്ട് അവിടെ ഈ മുത്തപ്പൻ്റെ കൂടെ. അതായത് അന്ന് പറയാം മുതക്കലശം എന്ന് പറയും. അതായത് കലശം കൊണ്ടുപോവുക. അപ്പോൾ മുത്തപ്പന് കലശം സമർപ്പിക്കുന്നതിൽ ഈ തറവാട്ടിലെ ഇളയ ആൾ അത് നിർവഹിക്കണം. ആ കീഴ്വഴക്കമനുസരിച്ച് നമ്മളൊക്കെ ആരാധനാലയ നടത്തിപ്പിൽ, അതായത് ഈ കാവ് മടപ്പര, അതിൻ്റെ നടത്തിപ്പിലൊക്കെ പങ്കുവഹിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ അന്നേരത്തെ വിശ്വാസം നമ്മുടെ ജീവിതത്തിലുണ്ടല്ലോ. നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമുക്ക് പനി വരുന്നു, കുട്ടികൾക്ക് എന്തെങ്കിലും അസുഖം വരുന്നു, അന്നേരത്ത് അവിടെ ഈ ജപിച്ചൂതുക എന്ന് പറയും. അപ്പോൾ അതിങ്ങനെ ജപിച്ചൂതുന്ന ഒരാൾ നമ്മുടെ വീട്ടിനടുത്തുണ്ടായിരുന്നു. അവർ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവരാണ്. അപ്പോൾ അവരാണ് ഈ കുട്ടികൾക്ക് അസുഖം വന്നു കഴിഞ്ഞാൽ ആദ്യം മരുന്ന് കൊടുക്കുന്നതിന് പകരം ആദ്യം ജപിച്ചൂതുക ചെയ്യുക. അപ്പോൾ കുരുമുളക് ജപിച്ചൂതുക. അപ്പോൾ ഇങ്ങനെ ചെറുപ്പത്തിൽ നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ വിശ്വാസം ഒരു പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ കൂടി മുതിർന്ന അവസരത്തിൽ അത്തരം വിശ്വാസികളിൽ നിന്നൊക്കെ മറികടന്നു. പക്ഷേ
നമ്മുടെ ജീവിതത്തിൽ, കുടുംബജീവിതത്തിലും സാമൂഹ്യ ജീവിതത്തിലും അതുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള ചിന്തകൾ വരുമല്ലോ. അപ്പോൾ ആലോചനാശേഷി രൂപപ്പെടുന്ന അവസരത്തിൽ എന്താണിത്, ഇതിൻ്റെ പിന്നിൽ എന്താണ്. അപ്പോൾ പിന്നീട് വിദ്യാർത്ഥി സംഘടനയുടെ SFIയുടെ പ്രവർത്തകനാവുന്ന സമയത്ത് ഈ ഭൗതികവാദം എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. മാർക്സിസത്തിൻ്റെ ദർശനമായിട്ടുള്ള വൈരുദ്ധ്യാത്മക ഭൗതികവാദം എന്താണെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ചിന്തയുടെ വളർച്ചക്കനുസരിച്ചാണ് ഞാൻ ഇന്ന് എത്തി നിൽക്കുന്നത്. ഓരോ മനുഷ്യരും തന്നെയാണ് എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സാമൂഹ്യ ജീവിതത്തിൽ മതം ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ ജാതി സ്വത്വബോധവും നമ്മൾ ജീവിതത്തിൽ ഇടപെടുന്നുണ്ടല്ലോ. തീർച്ചയായിട്ടും. പുസ്തകത്തിൽ കടക്കുന്നതിന് മുമ്പ് ഒരു ചോദ്യം കൂടി. ഈ പുസ്തകം പുറത്തു വരുന്ന ഒരു സമയമുണ്ടല്ലോ, നമ്മുടെ കേരളത്തിലൊരു തെരഞ്ഞെടുപ്പിന് ശേഷം ഒരു രാഷ്ട്രീയ മാറ്റം വരുന്ന ഘട്ടത്തിലാണ് ഈ പുസ്തകം പുറത്തു വരുന്നത്. ഈ പുസ്തകം പ്രസിദ്ധീകരിക്കപ്പെട്ട സമയവും പുസ്തകത്തിൻ്റെ ഉള്ളടക്കവും ചേർത്ത് വായിക്കേണ്ട ഒരു രാഷ്ട്രീയ സാഹചര്യമുണ്ടോ? ഇല്ല. എന്തുകൊണ്ടെന്നാൽ 2024 എൻ്റെ ഒരു പുസ്തകം പുറത്തു വന്നിട്ടുണ്ട്. അത് മാതൃഭൂമി ബുക്സാണ്. അതെ. അത് കേരളം, മുസ്ലിം രാഷ്ട്രീയം, രാഷ്ട്രീയ ഇസ്ലാം, അതും വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ടു. പക്ഷേ അതിനേക്കാളും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് ഈ സനാതനികളുടെ ഹിന്ദുത്വ വഴി. ഇത് ചിന്താ പബ്ലിഷേഴ്സാണല്ലോ. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ 2024 മുസ്ലിം രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ ആ പുസ്തകം എഴുതിയത്. ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ എല്ലാം തയ്യാറാക്കിയതാണ്, അച്ചടിച്ചതാണ്. പക്ഷേ പ്രകാശന കർമ്മം മെയ് 20 നിർവഹിച്ചത് എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ശേഷം പുതിയ സാഹചര്യം വരുന്നു, തോൽവിയുടേതായിട്ടുള്ള സാഹചര്യം വരുന്നു. ആ ഘട്ടത്തിൽ ഉള്ള ഒരു രചനയല്ല ഇത്. കുറച്ച് കാലമായിട്ട് എൻ്റെ മനസ്സിൽ കേരളീയ സമൂഹത്തിൽ ഈ വർഗീയത വലിയ തോതിൽ സ്വാധീനിക്കുന്നുണ്ട് മനുഷ്യനെ. അപ്പോൾ അത് ഹിന്ദുത്വ വർഗീയതയുണ്ട്, അത് ന്യൂനപക്ഷ വർഗീയതയുണ്ട്. അത് ചെലുത്തുന്ന സ്വാധീനം വളർന്നു വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മഹത്തായ ആ സാംസ്കാരിക തനിമ തന്നെ തകർക്കപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഈ മേഖലയെക്കുറിച്ച് പഠിക്കണം, എഴുതണം എന്ന് നേരത്തെ തീരുമാനിച്ചതാണ്. തിരക്ക് പിടിച്ച രാഷ്ട്രീയ പ്രവർത്തനത്തിനിടയിൽ വസ്തുതകൾ ശേഖരിക്കുക, റെഫറൻസ് പുസ്തകങ്ങൾ വായിക്കുക, അപ്പോൾ അതിനൊക്കെ കുറേ സമയമെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് തെരഞ്ഞെടുപ്പ് ഫലമായിട്ട് ബന്ധിപ്പിക്കേണ്ട യാതൊരു ആവശ്യമില്ല, അതിന് മുമ്പേ തന്നെ തയ്യാറാക്കിയതാണ്. എല്ലാവരും അത്ഭുതത്തോടെ. പക്ഷേ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലത്തിന് ശേഷം ഈ ചർച്ചയ്ക്ക് വളരെയധികം പ്രസക്തി വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് കേരളീയ സമൂഹം ആവശ്യപ്പെടുന്ന ഒന്നായി ഈ പുസ്തക ചർച്ച മാറിയിട്ടുണ്ട്. അതിൻ്റെ ഫലമായിട്ട് കൂടുതൽ കോപ്പികൾ വാങ്ങുന്നു, വായിക്കുന്നു. അത് CPM അനുഭാവികൾ, പ്രവർത്തകന്മാരും മാത്രമല്ല, CPM ഇതരരായിട്ടുള്ള പ്രസ്ഥാനത്തിൻ്റെ നേതാക്കന്മാർ, പേര് ഞാൻ പറയുന്നില്ല, ഒരു നേതാവ് എന്നെ വിളിച്ചു, നിങ്ങളുടെ പുസ്തകം വായിച്ചു, ഞാൻ അതേക്കുറിച്ചൊരു പ്രതികരണം എഴുതുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. പ്രതികരണം ഇതേവരെ വന്നിട്ടില്ല, എങ്കിലും അങ്ങനെ ഒരു സ്വീകാര്യത ഇതിനുണ്ട്. മതനിരപേക്ഷത ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഈ പുസ്തകത്തിൽ എന്ത് പറയുന്നു എന്നുള്ളത് പരിശോധിക്കുന്നുണ്ട്. അത്രയെങ്കിലും ഇതിൻ്റെ പ്രതികരണങ്ങൾ എന്നെ സംബന്ധിച്ചിടത്തോളം സന്തോഷത്തിന് വക നൽകുന്നതാണ്. ഈ പുസ്തകത്തിൻ്റെ വായനയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, താങ്കൾ സനാതന എന്ന് പറയുന്ന വാക്കിനെ ഒരു മതപരമായ അല്ലെങ്കിൽ ഫിലോസഫിക്കലായിട്ടുള്ള സംഗതി മാത്രമായിട്ടല്ല, ഒരു രാഷ്ട്രീയവും അധികാരവുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയായിട്ടാണ് മനസ്സിലാക്കുന്നതെന്നുള്ളതാണ്. ആ വാക്ക് എന്താണെന്നൊന്ന് വിശദീകരിക്കാമോ? അതായത് മാനവികത എന്നത് അത് ഇന്ത്യയിലോ കേരളത്തിലോ മാത്രം ഉള്ളതല്ലല്ലോ. ലോകത്ത് മനുഷ്യൻ്റെ സാമൂഹ്യ വളർച്ചയിൽ ഒരു ഘട്ടത്തിലാണ് ഈ പറയുന്ന ആ തുല്യതയുടെ ആശയം, അതുപോലെ തന്നെ മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള ആശയം ഒക്കെ വരുന്നത്. ആദ്യകാലത്ത് പ്രാകൃതമായിട്ടുള്ള ഒരു ജീവിതം നയിച്ച കാലത്ത് മാനവിക മൂല്യങ്ങളെപ്പറ്റി നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ? അപ്പോൾ യഥാർത്ഥത്തിൽ ഈ സനാതന മൂല്യങ്ങൾ എന്ന് പറഞ്ഞത് തന്നെ അത് ശാസ്ത്രീയമല്ല. എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ സനാതനത്വം ഒന്നിനുമില്ല, സ്ഥായിയായിട്ടുള്ള അവസ്ഥ ഒന്നിനുമില്ല. അപ്പോൾ അന്നത്തെ പ്രാകൃത ജീവിതത്തിൽ നിന്ന് പിന്നീട് കാർഷിക ജീവിതത്തിലേക്ക്, പിന്നെ വ്യാവസായിക വളർച്ചയുടെ ഫലമായിട്ട് തൊഴിലാളികളും മുതലാളിമാരും എന്നുള്ള നിലക്ക്, അതിനു മുമ്പേ ഫ്യൂഡൽ കാലഘട്ടത്തിൽ അതിനൊത്ത വിധത്തിലുള്ള മൂല്യബോധം, ഇതൊക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ മൂല്യബോധങ്ങൾ കാലാനുസൃതമായി മാറ്റപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആധുനികത മനുഷ്യ സമൂഹത്തിന് നൽകിയിട്ടുള്ള സംഭാവനയാണ് മാനവികതയെ സംബന്ധിച്ചുള്ള മൂല്യബോധം. അപ്പോൾ അതിന് മതവ്യത്യാസമില്ല.
മാനവികതയുടെ മൂല്യബോധത്തിന് മതവ്യത്യാസമില്ല, ആ കാലവ്യത്യാസമില്ല, ദേശവ്യത്യാസമില്ല. അപ്പോൾ അത് വാഗ്ഭടാനന്ദൻ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട്. കാലം, ദേശം, മതവ്യത്യാസം എന്നിവ കൂടാതെ എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ് ഈ ധാർമ്മിക മൂല്യങ്ങൾ. അത് ആ ധാർമ്മിക മൂല്യബോധം സനാതനമായിട്ടുണ്ടായിട്ടുണ്ട് എന്ന അവകാശവാദം ചരിത്രത്തിന് നിരക്കുന്നതല്ല. ഇപ്പോൾ നമ്മളിന്ന് പൊതുവെ പറയുന്ന സനാതനം എന്ന വാക്ക് യഥാർത്ഥത്തിലൊരു മതപരമായ വാക്കാണോ അതോ അതിന് മറ്റ് അർത്ഥങ്ങൾ കൂടിയുണ്ടോ എന്നുള്ളതാണ്. അപ്പോൾ ജാതിയുമായിട്ട് ബന്ധപ്പെട്ടൊക്കെയാണ് ഇതിനെ മനസ്സിലാക്കേണ്ടത്. മതപരമായ വാക്കാണെന്ന് പറയാൻ പറ്റില്ല. യഥാർത്ഥത്തിൽ അസമത്വത്തിൻ്റെ ഭാഗമായിട്ട് രൂപപ്പെട്ടതാണ് ഈ സനാതന ധാർമ്മിക മൂല്യങ്ങളെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാട്. എന്ന് പറഞ്ഞാൽ അത് യഥാർത്ഥത്തിൽ വർണ്ണാശ്രമത്തെ സംബന്ധിച്ചുള്ള കാഴ്ചപ്പാടിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്താണ് ചാതുർവർണ്ണ്യം? അത് ആണ് ഈ സനാതന ധാർമ്മിക മൂല്യങ്ങളായിട്ട് കണക്കാക്കപ്പെടുന്നത്. യഥാർത്ഥത്തിൽ ഈ ചാതുർവർണ്ണ്യം, അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശ്രമ വ്യവസ്ഥ, ഇതൊക്കെ മനുഷ്യരെ വേർതിരിക്കുന്നതാണല്ലോ. അസമത്വത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ് ഈ സനാതന ധാർമ്മിക മൂല്യങ്ങൾ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നത്. ആ അസമത്വത്തിന് പകരം സമത്വമാണ് ഉണ്ടാവേണ്ടത്. അപ്പോൾ അസമത്വത്തിൻ്റെ ആ മൂല്യബോധത്തെ മാറ്റിക്കൊണ്ട് സമത്വത്തിൻ്റെ ഒരു മൂല്യബോധം സൃഷ്ടിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ സനാതനത്വം തകരുന്നു എന്നതാണ്. സ്ഥായിയായിട്ടുള്ളതല്ല, അതിനെ മാറ്റേണ്ടതാണ് പുരോഗമനവാദികളൊക്കെ ആഗ്രഹിക്കുന്നത്. താങ്കളുടെ പുസ്തകത്തിൽ വായിച്ചു കഴിയുമ്പോൾ മനസ്സിലാവുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം, മതം എന്ന് പറയുന്നത് ഒരു ആശയമോ അല്ലെങ്കിൽ വിശ്വാസ സംഹിതയോ എന്നതിലുപരിയായിട്ട് ഒരു രാഷ്ട്രീയ ആയുധമായും അധികാരത്തിൻ്റെ സമവാക്യമായിട്ട് മാറുന്നു എന്നുള്ളതാണ്. അതെങ്ങനെയാണ് നമ്മൾ വിശദീകരിക്കുന്നത്? അല്ല, അതിൽ ഈ സംഘടിത മതങ്ങളെയും ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന മതത്തെയും നമ്മൾ വേർതിരിച്ച് കാണണം. അതാണ്. അതായത് ഇപ്പോൾ ബൈബിൾ എന്ന ഗ്രന്ഥത്തെ അടിസ്ഥാനപ്പെടുത്തിയ ക്രിസ്തീയ സമൂഹം ലോകത്തൊട്ടാകെ പ്രവർത്തിക്കുന്നത്, അതായത് വിശ്വാസികളായിട്ടുള്ള ആളുകൾ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എന്നാൽ ബൈബിളിനെ അടിസ്ഥാനപ്പെടുത്തി അതിനകത്ത് എന്തെല്ലാം ഭിന്നതകളാണ് വരുന്നത്, എത്ര സഭകളാണ് ലോകത്തുള്ളത്, അത് കൗതുകരമായിട്ടുള്ളൊരു കാര്യമാണ്. ഇതേപോലെ ഇസ്ലാം മതവിശ്വാസികൾക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. എന്തെല്ലാം തരത്തിലുള്ള ഭിന്ന ചിന്തകളാണ് ഇതിനകത്തുള്ളത്, അതിനും ഒരു ആധാര ഗ്രന്ഥമുണ്ട്, അതാണ് ഖുറാൻ. പക്ഷേ ഹിന്ദു വിഭാഗത്തെ സംബന്ധിച്ച് അങ്ങനെ ഒരു മതഗ്രന്ഥം എന്ന നിലക്ക് നിർദ്ദേശിക്കാനാവില്ല. കാരണം ഇപ്പോൾ ഇത് നമ്മൾ സംസാരിക്കുന്നത് കർക്കിടക മാസത്തിലാണല്ലോ. ഈ കർക്കിടക മാസത്തെ രാമായണ മാസമാക്കി ചിത്രീകരിച്ചുകൊണ്ട് പ്രചരണം നടന്നത് സൂക്ഷ്മമായി പരിശോധിച്ചാൽ 1982 ശേഷം മാത്രമാണ്. അതിനു മുമ്പേ കർക്കിടക മാസമുണ്ട്, പഞ്ഞമുണ്ട്. അക്കാലത്ത് രാമായണം വായിക്കാറുണ്ടാറ്. അന്ന് വീടുകളിലൊക്കെ രാമായണം വായിക്കും. പക്ഷേ ഈ രാമായണ മാസാചരണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർഗീയമായിട്ടുള്ള ചുവയോട് കൂടിയുള്ള പ്രചരണം വന്നത് അത് RSSൻ്റെ ഇടപെടലോടുകൂടി തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ ഹിന്ദു എന്ന് വിളിക്കപ്പെടുന്ന മതമേ ഇല്ലല്ലോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞിട്ടുണ്ട്. അതാണ് ഇവിടെ ഉണ്ടായിരുന്ന ജാതിയാണ്. കൗതുകരമായിട്ടുള്ള കാര്യം, ലോകത്ത് ഒരിടത്തുമില്ലാത്ത ജാതി വ്യവസ്ഥയല്ലേ ഇന്ത്യ രാജ്യത്ത്. അത് ഹിന്ദുത്വവാദികളാണ് മറുപടി പറയേണ്ടത്. ഈ സനാതന മൂല്യങ്ങളെപ്പറ്റി ഘോരഘോരം ബഡായി പറയുന്ന സംഘപരിവാരത്തിൻ്റെ ആളുകളാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ സുവർണകാലത്തെ സംബന്ധിച്ച് ബഡായി പറയുന്ന ആളുകളാണ് പറയേണ്ടത് എന്താണ് ഇന്ത്യൻ ജാതി വ്യവസ്ഥയ്ക്ക് അടിസ്ഥാനം. ലോകത്ത് ഒരിടത്തുമില്ലാത്ത ഏർപ്പാടല്ലേ തൊട്ടുകൂടായ്മ, തീണ്ടിക്കൂടായ്മ, ദൃഷ്ടിയിൽപ്പെട്ടാൽ പോലും ദോഷമുള്ള ഒരു വിഭാഗം എന്ന നിലക്ക് മനുഷ്യരെ വിഭജിക്കുന്ന ഒരു വ്യവസ്ഥയാണ് ധാർമ്മിക മൂല്യങ്ങൾ എന്ന നിലക്ക് വിശേഷിപ്പിക്കുന്നത്. അതിൻ്റെ പൊള്ളത്തരം ചിന്തിക്കുന്ന ജനങ്ങൾക്കൊക്കെ തിരിച്ചറിയാൻ പറ്റും. അതെ, അസമത്വത്തിന് ഒരു ആത്മീയ ന്യായീകരണം നൽകുന്ന ധർമ്മങ്ങൾ വേറെ ഒന്നും ലോകത്തില്ല എന്ന് തോന്നുന്നു ഹിന്ദുമതത്തിൻ്റെ ചരിത്രത്തിനുപരിയായിട്ട്. അപ്പോൾ അത് ഏറ്റവും നല്ല രീതിയിൽ ആ വിഷയത്തെ വ്യാഖ്യാനിക്കുകയും നമ്മുടെ ചരിത്രപരമായി അതിനെ പ്രതിരോധിക്കുകയും ചെയ്തത് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ശ്രീനാരായണ ഗുരുവാണ്. ഈ പുസ്തകത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഭാഗം ഗുരുവിൻ്റെ ആശയങ്ങളുടെ പ്രകാശനം കൂടിയാണ്. അതൊന്ന് കേരളീയ സമൂഹത്തിലെ സമകാലിക രാഷ്ട്രീയത്തിൽ അതിൻ്റെ പ്രസക്തി ഒന്നും വിശദീകരിക്കും. അല്ല, അതായത് ഈ മൂല്യബോധങ്ങളെ ഉപയോഗിച്ച്, അതത് കാലത്ത് നിലനിന്ന മൂല്യബോധങ്ങളെ ഉപയോഗിച്ച് അസമത്വം സൃഷ്ടിക്കാൻ ലോകത്ത് പലരും പരിശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പ്രത്യക്ഷമായിട്ടുള്ള ഉദാഹരണം ചോദിച്ചു കഴിഞ്ഞാൽ ഈ കറുത്തവരും വെള്ളക്കാരും. ഇപ്പോൾ ഗാന്ധിജി പ്രവർത്തിച്ചിട്ടുള്ള ദക്ഷിണാഫ്രിക്കയെ സംബന്ധിച്ച് നമ്മൾ കൂടുതൽ പഠിച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ദക്ഷിണാഫ്രിക്കയിൽ എന്താണ്, അവിടെ വെള്ള ന്യൂനപക്ഷം, കറുത്ത മഹാഭൂരിപക്ഷം. വെള്ള ന്യൂനപക്ഷമാണ് കറുത്ത വർഗ്ഗക്കാരെ അടക്കി ഭരിച്ചിരുന്നത്. എന്തായിരുന്നു അതിൻ്റെ
മൂല്യബോധം? അവർ പ്രചരിപ്പിച്ചതെന്തായിരുന്നു? ഞങ്ങൾ ന്യൂനപക്ഷമാണ്, വെള്ളക്കാർ, പക്ഷേ ഞങ്ങൾ ദൈവപുത്രന്മാരാണ്. കറുത്ത വർഗ്ഗക്കാരായിട്ടുള്ള നിങ്ങൾ മനുഷ്യപുത്രന്മാരാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യപുത്രന്മാരായിട്ടുള്ള നിങ്ങളെ ദൈവപുത്രന്മാരായിട്ടുള്ള ഞങ്ങൾക്ക് അടിച്ചമർത്താം, അടക്കി ഭരിക്കാം. ഈ മൂല്യബോധം, അസമത്വം സൃഷ്ടിക്കുന്ന മൂല്യബോധം പലയിടത്തും ഉണ്ടായിട്ടുണ്ട്, ലോകത്തെല്ലായിടത്തും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതേസമയം ഈ ജാതി എന്ന് പറയുന്ന പ്രാന്തമായിട്ടുള്ള അസമത്വ വ്യവസ്ഥ അത് ഇന്ത്യയുടെ സവിശേഷതയാണ്. അത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിലേക്ക് തന്നെ വരികയാണ്. സമകാലിക രാഷ്ട്രീയത്തിൽ ഈ സനാതന ഹിന്ദുത്വ രാഷ്ട്രീയത്തെ നേരിടുന്നതിൽ പ്രധാനപ്പെട്ട ഒരു ആയുധമായി, ഒരു ആത്മീയ ധാർമ്മിക ആയുധമായിട്ട് ശ്രീനാരായണ ഗുരുവിൻ്റെ ചിന്തകൾ കടന്നു വരുന്നുണ്ട്. അതൊന്ന് വിശദീകരിക്കാം. അതായത് യഥാർത്ഥത്തിൽ ഓരോ ചരിത്രത്തിലെ പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങളും ആ നിശ്ചിതമായിട്ടുള്ള ചരിത്ര കാലഘട്ടത്തിൻ്റെ ഉൽപ്പന്നങ്ങളാണ്. മനസ്സിലായില്ലേ? അപ്പോൾ ശ്രീനാരായണ ഗുരു 1856 ജനിച്ചത്. അപ്പോൾ ആ കാലത്തിൻ്റെ ഒരു ഉൽപ്പന്നമായിട്ടാണ് ശ്രീനാരായണ ഗുരു എന്ന നവോത്ഥാന നായകൻ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം 1928 വരെയാണ്. അപ്പോൾ ആ കാലയളവിൽ അന്ന് സമൂഹത്തിൽ നിലനിന്നിരുന്ന അസമത്വത്തെ, ആ ജാതി അടിമത്തത്തെയൊക്കെ അത് സംസ്കൃത പഠനത്തിലൂടെ അദ്ദേഹം കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞു. ഇത് എതിർക്കപ്പെടേണ്ടതാണ് എന്ന് മാത്രമല്ല, മാറ്റപ്പെടേണ്ടതാണ്. ആ മാറ്റത്തിന് തിരികൊളുക്കുകയാണ് ചെയ്തത്. അപ്പോൾ അവിടെ സനാതനത്വം തകരുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സ്ഥായിയായിട്ടുള്ളൊരു മൂല്യബോധം സമൂഹത്തിലില്ല എന്ന് ശ്രീനാരായണ ഗുരു തെളിയിച്ചു. ഹിന്ദു മതമെന്ന മതമേ ഇല്ലല്ലോ എന്ന് ശ്രീനാരായണ ഗുരു പ്രഖ്യാപിച്ചത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. പക്ഷെ അദ്ദേഹത്തെ ഒരു ഹിന്ദു സന്യാസിയുമായിട്ട് ചുരുക്കി കാണാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ നടക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ശ്രീനാരായണ ഗുരുവിനെയും നവോത്ഥാന നായകന്മാരെയും ഒക്കെ ഹിന്ദു സന്യാസിയായിട്ടും സനാതനധർമ്മം പിന്തുടർന്നിട്ടുള്ള ആളായിട്ടും ഒക്കെ ചിത്രീകരിക്കുന്നുണ്ട്. അപ്പോൾ അവിടെയാണ് ചരിത്രത്തെ നാം ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കേണ്ടത്. ഈ പുസ്തകത്തിൻ്റെ അവസാനത്തെ വാചകം തന്നെ ഉണർത്തിക്കൊണ്ടേയിരിക്കുക എന്നതാണ്. നമ്മൾ ഒരു തവണ ഉണർത്തിക്കൊണ്ടിരുന്നാലും വേറൊരു സന്ദർഭത്തിൽ അവർ വീണ്ടും ഈ തെറ്റായിട്ടുള്ള ചരിത്ര ബോധ നിർമ്മിതി നടത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ വീണ്ടും അതിനെതിരായിട്ടുള്ള ഉണർത്തുപാട്ടുകൾ പാടിക്കൊണ്ടേയിരിക്കണം. ഇതിൽ പറയുന്ന പ്രധാനപ്പെട്ട മറ്റൊരു വാദം ഒരു ഗ്രാൻഡ് ഡിസൈനെ കുറിച്ച് വിവരിക്കുന്നുണ്ട്. എന്താണ് നമ്മുടെ രാഷ്ട്രീയ മേഖലയിൽ ആ ഗ്രാൻഡ് ഡിസൈൻ? അല്ല, ഈ ഗ്രാൻഡ് ഡിസൈൻ എന്നുള്ള വാക്ക് ഞാൻ കടമെടുത്തതാണ്. അത് കേരളകൗമുദി പത്രാധിപരായിരുന്ന MS മണി പണ്ട് AK ആൻ്റണി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായ അവസരത്തിൽ ശിവഗിരിയിൽ നടത്തിയിട്ടുള്ള ഒരു പോലീസ് ബലപ്രയോഗമുണ്ട്. അതായത് ശിവഗിരി സന്യാസിമാരുടെ തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് ഹൈക്കോടതി വിധിയുടെ മറപിടിച്ചുകൊണ്ട് നടത്തിയിട്ടുള്ളൊരു പോലീസ് അടിച്ചമർത്തലാണ്. അപ്പോൾ ശിവഗിരി കുന്നൽ കാർമേഘങ്ങൾ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുസ്തകം അന്ന് കേരളകൗമുദി പ്രസിദ്ധീകരിച്ചിരുന്നു. ഇന്ന് കേരളകൗമുദി എവിടെയാണ് ഉള്ളതെന്ന് കൂടി നമ്മൾ ചിന്തിക്കണം. അന്ന് ആ പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളതാണ് ഗ്രാൻഡ് ഡിസൈൻ. അപ്പോൾ ഗ്രാൻഡ് ഡിസൈൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ശാശ്വതീകാനന്ദ സ്വാമി അതിൽ വിവരിക്കുന്നുണ്ട്. അന്ന് ഈ ശിവഗിരി സന്യാസിമാരുടെ കൂട്ടത്തിൽ ഏറ്റവും പ്രബലനായിരുന്നു ശാശ്വതീകാനന്ദ സ്വാമി. ആ സ്വാമി പറയുന്നുണ്ട് എന്താണ് ശിവഗിരിയെ കീഴടക്കാൻ പിടിച്ചെടുക്കാൻ സംഘപരിവാരം ആസൂത്രണം ചെയ്തത് എന്ന കാര്യം. അന്ന് ശിവഗിരിയിൽ ഇടക്കിടക്ക് വരികയാണ് ആര്, ചെങ്കോട്ടുകോണം മഠാധിപതി. അപ്പോൾ അദ്ദേഹം വന്നിട്ട് സ്വാമിയോട് ശാശ്വതീകാനന്ദ സ്വാമിയോട് പറയുന്നത് നമ്മൾ ഇരുവരും ഒത്തുചേർന്നാൽ കേരളം ഇങ്ങോട്ട് പോരുന്നതാണ്. എങ്ങോട്ടാണ് പോരുക? RSS വൽക്കരിക്കപ്പെടാൻ നമ്മൾ 2 സന്യാസിമാരും ഒത്തുചേർന്നാൽ നടക്കും എന്നതാണ്, വിജയിക്കും എന്നതാണ്. അതാ ഗ്രാൻഡ് ഡിസൈൻ. ആ ഗ്രാൻഡ് ഡിസൈൻ ഒടുവിൽ 2024 പിണറായി വിജയൻ അവിടെ നടത്തിയൊരു പ്രസംഗമുണ്ടല്ലോ, ആ ഘട്ടത്തിലും അത് തുറന്നു കാട്ടിയിട്ടുണ്ട്. അപ്പം നിരന്തരമായി അവർ ഈ ശിവഗിരിയെയും സന്യാസിമാരെയും ഒക്കെ ഹൈന്ദവവൽക്കരിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടക്കുന്നുണ്ട്. ശ്രീനാരായണ ഗുരുവിനെ കൈയടക്കുക. കാരണം RSSൻ്റെ താത്വികാചാരനായിട്ടുള്ള P പരമേശ്വരൻ ഒരു സന്ദർഭത്തിൽ പറഞ്ഞു വെക്കുന്നുണ്ട്, ശ്രീനാരായണ ഗുരുവിന് ശേഷം കേരളം വഴിമാറി സഞ്ചരിച്ചു. അതായത് ഇപ്പോൾ കേരളത്തിൻ്റെ ഉൽപ്പത്തി സംബന്ധിച്ചുള്ള ഐതിഹ്യമുണ്ടല്ലോ. അതായത് ഭാർഗവ കേരളം, പരശുരാമ കേരളം എന്നൊക്കെയാണ് RSSകാർ
വിശേഷിപ്പിക്കുക. അതിനെ ചട്ടമ്പിസാമുകളൊക്കെ പൊളിച്ചടുക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ കേരളത്തിൻ്റെ ഉൽപ്പത്തി സംബന്ധിച്ചുള്ള കെട്ടുകഥയെ അടിസ്ഥാനപ്പെടുത്തി പരശുരാമ കേരളം, ഭാർഗവ കേരളം എന്നൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകുമ്പോൾ അതിന് മുമ്പിൽ ഏറ്റവും വലിയ തടസ്സം നവോത്ഥാന നായകന്മാരാണ്. അതിൽ മുഖ്യം ശ്രീനാരായണ ഗുരുവാണ്. ശ്രീനാരായണ ഗുരു ചെയ്തിട്ടുള്ളത്, അദ്ദേഹം ഈ ബ്രാഹ്മണീയമായിട്ടുള്ള ആരാധനാലയങ്ങൾ തന്നെയാണ് അയിത്തജാതിക്കാർക്ക് ഉണ്ടാക്കി കൊടുത്തത്. അതാണ്. അതിനു മുമ്പേ ഉള്ള ആരാധനാമൂർത്തികളുണ്ട്. അതായത് മാടൻ, മറുത, ഇശക്കി ഇങ്ങനെയുള്ള മൂർത്തികളെയൊക്കെ അദ്ദേഹം പിന്നെ ഉപേക്ഷിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം അരുവിപ്പുറത്ത് ഒരു ക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തുന്നു. പക്ഷേ ആ പ്രതിഷ്ഠ നടത്തുന്ന സ്ഥലത്ത് ബ്രാഹ്മണീയമായിട്ടുള്ള രീതി, അദ്ദേഹത്തിന് തന്ത്രവിധി പ്രകാരം പ്രതിഷ്ഠയ്ക്ക് അധികാരമില്ല, ഈഴവ സമുദായത്തിൽ ജനിച്ചതുകൊണ്ട്. പക്ഷെ അദ്ദേഹം എന്ത് ചെയ്തു? അത് അനുകരിക്കുകയും അതേസമയം അദ്ദേഹത്തിൻ്റെ സ്വന്തം കൈപ്പടയാൽ അവിടെ ഒരു ശ്ലോകം എഴുതി വെച്ചു. ആ ശ്ലോകമാണ് RSSകാരെ ഏറ്റവും പ്രയാസപ്പെടുന്നത്. ആ ശ്ലോകം RSSൻ്റെ ശാഖയിൽ ചൊല്ലിയാൽ പിന്നെ RSS ഇല്ല. അതേ എഴുതി വെച്ച ശ്ലോകം എന്താണ്? ജാതിഭേദം, മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനമാമിത് എന്നതാണ്. ആ സോദരത്വമാണ് ഫ്രഞ്ച് വിപ്ലവത്തിൻ്റെ മുദ്രാവാക്യം. ഇതാണ്, മുമ്പാണ്. അപ്പോൾ അതൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഇല്ല ശ്രീനാരായണ ഗുരുവിന്. ആ സോദരത്വേന എന്നുള്ളതാണ് സഹോദരൻ അയ്യപ്പനും മുന്നോട്ട് വെച്ചത്. സഹോദര ഗാനം, അതിനെയൊക്കെ തെറ്റായ നിലക്ക് വ്യാഖ്യാനിച്ചുകൊണ്ടാണ് ഇപ്പോൾ സംഘപരിവാർ പ്രചരണം നടത്തുന്നത്. അപ്പോൾ അതുകൊണ്ട് ശ്രീനാരായണ ഗുരു അടക്കമുള്ള നവോത്ഥാന നായകന്മാരുടെ ചിന്തകൾ എന്താണ് എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സമൂഹത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരുന്നാൽ മതനിരപേക്ഷയെ തകർക്കാനുള്ള ഗ്രാൻഡ് ഡിസൈൻ പരാജയപ്പെടും. ഓർമ്മപ്പെടുത്തുന്ന കാര്യം പറഞ്ഞപ്പോഴാണ്, സമൂഹത്തിൽ പലപ്പോഴും ഈ സനാതനം എന്ന വാക്കിനെ ഒരു പൊളിറ്റിക്കൽ ഇതായിട്ടല്ല ആളുകൾ കാണുന്നത്. അതിന് ആളുകൾ തന്നെ മതവുമായിട്ട് ബന്ധപ്പെട്ട് വളരെ നിഷ്കളങ്കമായൊരു സംഭവമായിട്ട് ആളുകൾ കാണുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ആദ്യം രാമായണ മാസത്തെക്കുറിച്ച് പറഞ്ഞതുപോലെ അതിനൊരു RSS ഹിന്ദു സമ്മേളനത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാക്കിയ ഒരു സംഭവമാണെന്ന് സാധാരണക്കാർക്ക് മനസ്സിലാവുന്നില്ല. അതൊരു ഭക്തിപൂർവ്വം ആചരിക്കേണ്ട ഒരു മാസമായിട്ടാണ് കാണുന്നത്. അങ്ങനെയുള്ള മനുഷ്യരോട് ഈ രാഷ്ട്രീയം നമുക്ക് എങ്ങനെയാണ് പറയാൻ കഴിയുക ഫലപ്രദമായിട്ടെന്നുള്ളത്? അതായത് ഈ ഹിന്ദു മതം എന്ന മതമേ ഇല്ലല്ലോ എന്ന് ശ്രീനാരായണ ഗുരു പറഞ്ഞത് വസ്തുതയാണല്ലോ, ചരിത്രമായി പൊരുത്തപ്പെടുന്നതാണ്. എന്നാൽ ഒരു ഹിന്ദുത്വ മതനിർമ്മിതി നടക്കുന്നുണ്ട്, നടന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. ഹിന്ദുത്വ മതത്തെ സൃഷ്ടിക്കുക. ഹിന്ദുത്വ മതം എന്ന് പറഞ്ഞിട്ടിപ്പോൾ ഉദാഹരണത്തിന് ഗീത, അതുപോലെ ഭാഗവതം, രാമായണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും നമ്മുടെ സാംസ്കാരികമായിട്ടുള്ള പാരമ്പര്യത്തിൻ്റെ ഭാഗമാണത്. ഇത്തരം രചനകളൊക്കെ പ്രധാനമാണ്. അത് ഇത്തരം ഐതിഹ്യങ്ങൾ, അതുപോലെ തന്നെ ഇതിഹാസങ്ങൾ, പുരാണങ്ങളൊക്കെ നമ്മുടെ സാംസ്കാരിക പാരമ്പര്യത്തിൻ്റെ ഭാഗമാണ്. പക്ഷേ അതിൻ്റെ ഭാഗമായിരുന്നില്ല ഇന്ത്യയിലെ മുഴുവൻ വിഭാഗങ്ങളും, മുഴുവൻ ജനങ്ങളും അങ്ങനെയായിരുന്നില്ല. ഇപ്പോൾ പട്ടികവർഗ വിഭാഗങ്ങൾ അവർ ഈ രാമരാജ്യവും അതുപോലെ തന്നെ രാമായണവും ഒക്കെ ആലോചിച്ച് നടക്കുന്നവരാണോ? അല്ല, ഇതിന് വെളിയിലാണ്. അതുകൊണ്ട് അംബേദ്കർ വേറിട്ടാണ് നിന്നത്. അവിടെയാണ് ഗാന്ധിയും അംബേദ്കറും തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഗാന്ധിജി അയിത്തോച്ചാടന പ്രശ്നങ്ങളൊക്കെ ഒരു മതത്തിൻ്റെ പരിധിക്കകത്ത് നിന്നുകൊണ്ട് പരിഹരിക്കാനാണ് ആഗ്രഹിച്ചത്. അംബേദ്കർ പറഞ്ഞു, ഈ ഹിന്ദു എന്ന് പറഞ്ഞാൽ തന്നെ അസമത്വത്തിൻ്റെ ഒരു വ്യവസ്ഥയാണ്, അതിൻ്റെ മൂല്യബോധമാണ്, അതിൻ്റെ ദർശനമാണ്, അതിൻ്റെ തത്വശാസ്ത്രമാണ് എന്ന് കൃത്യമായിട്ട് അംബേദ്കർ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ പറയുന്ന പട്ടികവർഗ വിഭാഗങ്ങൾ, അതുപോലെ തന്നെ കീഴാള ജാതികൾ, ഇതൊന്നും ഈ പറയുന്ന ഹിന്ദുവായിട്ട് അറിയപ്പെടാൻ ആഗ്രഹിച്ചിരുന്നില്ല, ഹിന്ദു എന്ന് വിശേഷിപ്പിച്ചിരുന്നില്ല. ഇപ്പോൾ 1891 ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സെൻസസിൽ ഹിന്ദു എന്നല്ല വിശേഷിപ്പിക്കുന്നത്, പിന്നെ ആര്യ എന്നാണ്, ആര്യമതം, ആര്യന്മാരാണ് തങ്ങൾ, ഹിന്ദു എന്ന് വിശേഷിപ്പിക്കുന്നില്ല. നിങ്ങൾ നോക്കൂ, കേരളത്തിൽ സി കേശവൻ്റെ കോഴഞ്ചേരി പ്രസംഗം, എനിക്ക് ഓർമ്മ 1919 ആ റഷ്യൻ വിപ്ലവത്തിൻ്റെ അവസരത്തിലാണ്. ആ റഷ്യൻ വിപ്ലവത്തെ സംബന്ധിച്ചൊക്കെ അദ്ദേഹം പറയുന്നുണ്ട് ആ കോഴഞ്ചേരി പ്രസംഗത്തിൽ. അന്ന് ഹിന്ദുവിനെ ജന്തുവായിട്ട് ചിത്രീകരിക്കുന്നുണ്ട് ആര്? സി കേശവൻ. സർ CP രാമസ്വാമിയെ ജന്തുവായിട്ട് വിശേഷിപ്പിക്കുന്നു,
എന്നിട്ട് ഹിന്ദുവിനെയും ജന്തുവായിട്ട് വിശേഷിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ യൂട്യൂബിൽ കിട്ടുമല്ലോ ആ പ്രസംഗം. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, അക്കാലത്ത് ഈഴവൻ, തീയൻ, പൊലയൻ, അതുപോലെ തന്നെ നായാടി എന്നല്ലാതെ ഹിന്ദു എന്ന് വിശേഷിപ്പിക്കാൻ ആരും ആഗ്രഹിച്ചിരുന്നില്ല. ജാതിയേ ഉണ്ടായിരുന്നുള്ളൂ. ആ ജാതി വ്യത്യാസത്തെ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ ഇല്ലാതാക്കിയിട്ടുണ്ട്, ജാതി ഐത്തം ഇല്ലാതാക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ RSS സംഘപരിവാരം ശ്രമിക്കുന്നത് ജാതിബോധത്തെ ഉദ്ദീപിപ്പിക്കുക, ജാതി സംഘടനകളെ ഉദ്ദീപിപ്പിക്കുക, എന്നിട്ട് ഹിന്ദുത്വ വർഗീയത ഉണ്ടാക്കാനാണ് പരിശ്രമിക്കുന്നത്. അത് നമ്മൾ തുറന്നു കാട്ടിക്കഴിഞ്ഞാൽ ജനങ്ങൾക്ക് അതിവേഗം ബോധ്യപ്പെടും. ശ്രീനാരായണ ഗുരു ആണെങ്കിലും അതിനു മുമ്പ് നമ്മൾ ഫ്രഞ്ച് വിപ്ലവത്തിലെ സങ്കല്പങ്ങളെക്കുറിച്ച് പറഞ്ഞു. അംബേദ്കർ ആണെങ്കിലും അംബേദ്കറുടെ ഒരുപക്ഷെ ഭരണഘടനാ നിർമ്മാണ വേളയിലെ ഏറ്റവും വലിയ സംഭാവന ഫ്രറ്റേണിറ്റി അല്ലെങ്കിൽ മൈത്രി എന്ന വാക്കാണ്. അപ്പോൾ ഇവിടെ എല്ലാം സമത്വം, സാഹോദര്യം. ഈ സാഹോദര്യം എന്ന വാക്ക് നമ്മുടെ രാജ്യത്തിൻ്റെ നിലനിൽപ്പിൻ്റെ തന്നെ അടിസ്ഥാന ഘടകമായി മാറുന്നുണ്ട്. എങ്ങനെയാണ് ഈ ഹിന്ദുത്വ ശക്തികൾ അതിനെതിരായിട്ട് പ്രവർത്തിക്കുന്നത്? അതായത് അത് യഥാർത്ഥത്തിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടി നടത്തുന്നതാണല്ലോ. ഇപ്പോൾ RSS അവർ സ്വയം വിശേഷിപ്പിക്കുന്നത് തങ്ങളുടേത് ഒരു സാംസ്കാരിക പ്രവർത്തനമാണ്, സാംസ്കാരിക സംഘടനയാണ്, ഞങ്ങൾക്ക് രാഷ്ട്രീയ ദൗത്യമില്ല, ഞങ്ങൾക്ക് ഇല്ല എന്നൊക്കെയാണ് RSSൻ്റെ നേതാക്കന്മാർ ഒരു കാലഘട്ടം പറഞ്ഞിരുന്നത്. ഇപ്പോൾ പ്രത്യക്ഷമായി തന്നെ BJPയെ നയിക്കുന്നത് ആരാ? RSS ആണ്. BJP നടത്തുന്ന പ്രവർത്തനം എന്താ? സാംസ്കാരിക പ്രവർത്തനമല്ല, രാഷ്ട്രീയ പ്രവർത്തനമാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ കാപട്യത്തിൻ്റെ ആൾരൂപമാണ് RSS എന്ന് പറയുന്നത്. അത് ഫാസിസ്റ്റ് സ്വഭാവമുള്ളൊരു ശക്തിയാണ്. അപ്പോൾ അത് പല പ്രകാരത്തിൽ നമുക്ക് അനുഭവമുള്ളതാണ്. ഇപ്പോൾ ഈ ജൻസി പ്രക്ഷോഭത്തെ എങ്ങനെയാണ് സംഘപരിവാർ ഹാൻഡിലുകൾ ചിത്രീകരിച്ചത്? അത് ശത്രു രാജ്യങ്ങളുടെ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടാണ്. യഥാർത്ഥത്തിൽ നീറ്റ് പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ നാട്ടിലെ കുട്ടികൾ ആത്മഹത്യ ചെയ്തല്ലോ. അപ്പോൾ ആ തലമുറ കൃത്യമായിട്ട് അതിനോട് പ്രതികരിച്ചു, അവർ രംഗത്തിറങ്ങി. സ്വമേധയുള്ള ഒരു പ്രക്ഷോഭമായിട്ടാണ് രൂപപ്പെട്ടത്. അതിനെ ഇത് ചൈനയുടെ പ്രൊഡക്റ്റാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചിത്രീകരിക്കാനല്ലേ സംഘപരിവാർ ശ്രമിക്കുന്നത്. ശരിക്ക് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ട് കേസെടുക്കുക, ഭീകരമായിട്ട് അടിച്ചമർത്തലല്ലേ നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഒരു ഭാഗത്ത് ഹിന്ദുത്വം പറയുകയും മറുഭാഗത്ത് ജനാധിപത്യത്തെ തകർക്കുന്ന ഫാസിസ്റ്റ് നടപടികളിലേക്കാണ് രാജ്യത്തിലെ സംഘപരിവാർ ശക്തികൾ മുന്നോട്ട് പോകുന്നത്. ഫാസിസ്റ്റ് നടപടികളെന്നൊക്കെ പറയുമ്പോഴും ഈ ഗോൾവാൾക്കറുടെയും മറ്റും ബഞ്ച് ഓഫ് തോട്ട്സിലുമൊക്കെയുള്ള ചിന്തകളെക്കുറിച്ചൊക്കെ നമ്മൾ വിമർശനങ്ങൾ ഉന്നയിക്കുമ്പോൾ അവർ പറയുന്ന ഒരു കാര്യം, അവർ സാധാരണ ആളുകളോട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ അതൊക്കെ പഴയ പുസ്തകങ്ങളല്ലേ, ഞങ്ങൾ മാറി എന്നാണ് പറയുന്നത്. അവർ ശരിക്കും മാറിയോ? അവർക്ക് മാറാൻ കഴിയില്ലല്ലോ. അത് പല ഘട്ടങ്ങളിൽ തെളിയിച്ചതാണ്. അതായത് ഇപ്പോൾ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം, അത് പഴയതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ. സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണല്ലോ ഈ ഭാരതത്വം എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന് പറയുന്ന സ്വത്വം രൂപീകരിക്കുന്നത്. എങ്ങനെയാണ്? ഇന്ത്യ എന്ന് പറയുന്ന സ്വത്വം ഉണ്ടല്ലോ, ആ സ്വത്വം രൂപീകരിക്കപ്പെടുന്നത് ബ്രിട്ടീഷ് വിരുദ്ധ സ്വാതന്ത്ര്യ സമരത്തിലൂടെയാണ്. അപ്പോൾ സ്വാതന്ത്ര്യ സമര കാലത്ത് ഇവരെന്ത് സമീപനം സ്വീകരിച്ചു എന്ന ചോദ്യം ചോദിച്ചാൽ അത് പഴയതാണെന്ന് പറഞ്ഞിട്ട് മാറ്റാൻ പറ്റുമോ? സ്വാതന്ത്ര്യം ലഭിക്കുന്ന 22 കൊല്ലം മുമ്പേ രൂപീകരിച്ച സംഘടനയാണ് RSS. അന്നത്തെ RSSൻ്റെ സ്ഥാപകനുണ്ടല്ലോ ഹെഡ്ഗേവാർ. ഹെഡ്ഗേവാറിനോട് സുഭാഷ് ചന്ദ്രബോസ് അഭ്യർത്ഥിക്കുന്നുണ്ട്, നമുക്ക് ഒന്നിച്ച് സമരത്തിലേക്ക് പോവാം, നിങ്ങൾ ഈ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം. കാരണം RSSന് കുറേ മാൻ പവർ ഉണ്ടല്ലോ, മനുഷ്യ വിഭവശേഷി ഉണ്ടല്ലോ. ഈ കാക്കി ട്രൗസറും വെള്ള ഷർട്ടും കറുത്ത തൊപ്പിയൊക്കെ ഇട്ട് നടക്കുന്ന മാൻ പവർ ഉണ്ടല്ലോ. അപ്പോൾ ഗാന്ധിയുമായിട്ടുള്ള അഭിപ്രായ വ്യത്യാസം തുറന്ന് സുഭാഷ് ചന്ദ്ര ബോസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ചു. എന്നിട്ട് ഒരു ബദൽ സമര പരിപാടി ആലോചിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഹെഡ്ഗേവാറിനെ കാണാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഹെഡ്ഗേവാർ കൂട്ടാക്കിയില്ല. RSSൻ്റെ സ്ഥാപന സമയത്ത് സർക്കാര്യവാഹകായിരുന്ന ഗോപാൽ മുകുന്ദ് ഹുദ്ദർ, അദ്ദേഹം ഹെഡ്ഗേവാറിനോട് പറയുന്നുണ്ട്, അദ്ദേഹത്തിന് ഈ ആദ്യത്തെ RSS പ്രവർത്തനങ്ങളൊക്കെ പങ്കെടുത്ത അനുഭവം മാത്രമല്ല ഉള്ളത്, പിന്നെയോ അദ്ദേഹം ഇവിടെ നിന്നൊരു കേസിൽ പ്രതിയായി ശിക്ഷിക്കപ്പെട്ടതിനെ തുടർന്ന് ശിക്ഷ കഴിഞ്ഞിട്ട് അദ്ദേഹം ലണ്ടനിൽ പോവുകയാണ്. ഈ ഹുദ്ദർ ലണ്ടനിൽ പോയിട്ട് അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് ബന്ധപ്പെടുന്നു.
സ്പെയിനിലെ ഫ്രാങ്കോവിനെതിരായിട്ടുള്ള പ്രക്ഷോഭത്തിൽ ഈ ഹുദ്ദർ പങ്കെടുക്കുന്നു, അവിടെ ജയിലിൽ അടക്കപ്പെടുന്നു. അങ്ങനെയുള്ള ഒരു സാമ്രാജ്യവിരുദ്ധ പോരാട്ടത്തിൻ്റെ അനുഭവങ്ങൾ സ്വാംശീകരിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നിട്ട് തൻ്റെ ഗുരുവിനെ കാണുന്നുണ്ട്, ഹെഡ്ഗേവാറിനെ കാണുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തോട് പറയുന്നത് RSS ഈ നിലയിൽ പോയാൽ പോരാ, സ്വാതന്ത്ര്യ സമരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സംഘടന മൃതമായി പോകും. അപ്പോൾ അതുകൊണ്ട് ജീവത്തായിട്ടൊരു സംഘടനയായിട്ട് RSSനെ മാറ്റണമെങ്കിൽ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കണം. അവർ പങ്കെടുത്തിട്ടില്ലല്ലോ. അപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി രാജ്യത്തിലെ ധീരദേശാഭിമാനികൾ പട്ടാളത്തിൻ്റെ ചവിട്ടടിയേറ്റ്, അതുപോലെ തന്നെ പോലീസ് വെടിവെപ്പുണ്ടായി, ലാത്തിച്ചാർജ് ഉണ്ടായി, ഇങ്ങനെ ജയിലിലടക്കപ്പെട്ടു. ഇങ്ങനെ തടവറയിലൊക്കെ കഴിഞ്ഞ ഘട്ടത്തിൽ RSSൻ്റെ ശാഖയിൽ കബഡി കളിച്ച ആളുകളാണ് ഇപ്പോൾ രാജ്യത്ത് അധികാരത്തിലുള്ളത്. അങ്ങനെ ഞങ്ങൾ പഴയതെല്ലാം മാറിയിട്ടുണ്ട്, പഴയ ചിന്താഗതികൾ ഞങ്ങൾ ഉപേക്ഷിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ശരിയാകുമോ? അതിനുശേഷം മാത്രമല്ല, ഞങ്ങൾക്ക് പഴയത് മാത്രമല്ല, ഇപ്പോൾ ഈ 2002 ഗുജറാത്ത് വംശഹത്യക്ക് ശേഷം ഈ മോദിയെ ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തിയല്ലേ അമേരിക്ക, അല്ലേ? ബ്ലാക്ക് ലിസ്റ്റ് പെടുത്തിയതാണ് മോദിയെ. ഇപ്പം എങ്ങനെയാണ് ട്രംപിനും അമേരിക്കൻ ഭരണകൂടത്തിനും ഇത്രയേറെ സ്വീകാര്യനായിട്ട് മോഡി മാറുന്നത്? പഴയത് മാത്രമല്ല, ഇപ്പോഴും തുടരുന്ന സാമ്രാജ്യത്വ വിധേയത്വം. അതാണ് ഒരു ഭാഗത്ത് ഈ ഹിന്ദുത്വം പറയുക, എന്നിട്ട് സാമ്രാജ്യത്വത്തോട് വിധേയത്വം. ഇന്ത്യൻ കോർപ്പറേറ്റുകൾ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ്, ഏറ്റവും കൂടുതൽ സാമ്പത്തിക സഹായം നൽകുന്ന രാഷ്ട്രീയ പാർട്ടി ഏതാണ് എന്ന് ഒരു ക്വിസ് മാസ്റ്റർ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു കുട്ടി മറുപടി പറയുമല്ലോ. ആരാണ്? BJP ആണ്. രണ്ടാം സ്ഥാനമായിരിക്കുക കോൺഗ്രസ്സിന്. ഇവരാണല്ലോ ഇലക്ട്രൽ ബോണ്ട് വഴി ഏറ്റവും കൂടുതൽ പണം വാങ്ങിയിട്ടുള്ള രണ്ട് രാഷ്ട്രീയ പാർട്ടികൾ. ഫസ്റ്റ് BJP, ദെൻ കോൺഗ്രസ്. നിങ്ങൾ നോക്കൂ, ഈ 2024 തെരഞ്ഞെടുപ്പിൽ അവർക്ക് ഒറ്റയ്ക്ക് ഭൂരിപക്ഷം കിട്ടിയില്ലല്ലോ BJPക്ക്. പ്രതിപക്ഷത്തുള്ള പാർട്ടികളെയൊക്കെ ചാക്കിലാക്കാൻ പണം. കേരളത്തിൽ തെരഞ്ഞെടുപ്പ് ഫണ്ട് സംബന്ധിച്ചുള്ള ഭിന്നത ഒളിക്ക് വന്നല്ലോ BJPക്കകത്ത്. എവിടുന്ന ഈ പണം? കോർപ്പറേറ്റുകൾ കൊടുക്കുന്ന പണത്തെ അടിസ്ഥാനപ്പെടുത്തി അവരുടെ ആജ്ഞാനുവർത്തികളായിട്ട് മാറുകയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ പണ്ടത്തെ പണി ഇപ്പോഴും തുടരുന്നു എന്നതിൻ്റെ തെളിവാണ്. നമ്മൾ പുസ്തകത്തിലേക്ക് തിരിച്ചു വന്നാൽ, ഈ പുസ്തകത്തിൽ അംബേദ്കർ ഒരു പ്രധാന, അദ്ദേഹത്തിൻ്റെ ആശയങ്ങളൊരു പ്രധാന ഭാഗമായിട്ട് കടന്നു വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിന് മാർക്സിസവുമായിട്ട് വളരെ വലിയ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു. ഒരു സ്റ്റേറ്റ് സോഷ്യലിസത്തിൻ്റെ മാതൃകകളൊക്കെ സ്വീകരിക്കുമ്പോൾ തന്നെയും മാർക്സിസത്തിൻ്റെ പല അടിസ്ഥാന ഘടകങ്ങളോടും അദ്ദേഹം വിയോജിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് ഇപ്പോൾ CJPയുടെ പ്രക്ഷോഭത്തിൽ ഉൾപ്പെടെ ഉയർന്നു വരുന്ന മുദ്രാവാക്യങ്ങളിൽ ഇൻകുലാബ് സിന്ദാബാദും ജയ് ഭീമും ഒരുമിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ ഭഗത് സിംഗിൻ്റെയും അംബേദ്കറുടെയും ചിത്രങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കുട്ടികൾ ഒരുമിച്ച് മാർച്ച് ചെയ്യുന്നു. ഈ സാഹചര്യത്തിൽ ഈ മാർക്സിസവും അംബേദ്കറിസവും തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ അഭിസംബോധന ചെയ്യാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കാം. തീർച്ചയായിട്ടും. അതായത് ആദ്യകാലത്ത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വർഗസമരത്തിന് മാത്രമാണ് പ്രാമുഖ്യം കൊടുത്തത്. അംബേദ്കർ ആവട്ടെ വർഗസമരത്തെ അവഗണിച്ചു. അദ്ദേഹം ഈ പറയുന്ന ജാതി സ്വത്വബോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രസ്ഥാനങ്ങൾക്കാണ് പ്രാമുഖ്യം കൊടുത്തത്. ജാതി അടിമത്തത്തെക്കുറിച്ച് മാത്രമാണ് അദ്ദേഹം സംസാരിച്ചത്. ഈ മൂലധനത്തിൻ്റെ ആഭിമുഖ്യത്തിലുള്ള വർഗാടിമത്തം, അതിനെ സംബന്ധിച്ച് വേറൊന്നും ചിന്തിച്ചിട്ടില്ല. അപ്പോൾ രണ്ടും വ്യത്യസ്തമായിട്ട് നിലയിൽ ആദ്യകാലത്ത് ചിന്തിച്ചിട്ടുണ്ട്. പക്ഷെ പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റുകാർ ആ നിലപാട് സ്വീകരിച്ചു. എന്താണ്? വർഗപ്രശ്നങ്ങൾക്കൊപ്പം ജാതി സ്വത്വ പ്രശ്നങ്ങളും ഏറ്റെടുക്കണം. ആ സ്വത്വ പ്രശ്നങ്ങൾ ഏറ്റെടുക്കും. ജാതിയുടേത് മാത്രമല്ല, ന്യൂനപക്ഷ മതങ്ങൾക്ക് സ്വത്വ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ സ്വത്വ പ്രശ്നങ്ങൾ ഏറ്റെടുക്കുന്ന നിലയിലേക്ക് പിൽക്കാലത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തനത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ കാലത്ത് അംബേദ്കറിസ്റ്റുകൾക്ക് കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് യോജിച്ച് പ്രവർത്തിക്കുന്നതിന് യാതൊരു തടസ്സവുമില്ല. ഇപ്പോൾ നിങ്ങൾ നോക്കൂ, നമ്മുടെ കേരളം, തമിഴ്നാട്, ഈ രണ്ട് മേഖലയിൽ ഉള്ള ഡെവലപ്മെൻറ്റ് ഇക്കാര്യത്തിൽ ഉണ്ടായത് പറഞ്ഞാൽ എല്ലാവർക്കും പെട്ടെന്ന് ബോധ്യപ്പെടും. ഇപ്പോൾ കേരളത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പ്രവർത്തകന്മാർ ഒരു പൊതുവേദിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. പട്ടികജാതി ക്ഷേമ സമിതി, ആദിവാസി ക്ഷേമ സമിതി, ഇതൊക്കെ അടുത്ത കാലത്തുണ്ടായതാണ്. എന്തേ അങ്ങനെ ഉണ്ടാക്കാൻ കാരണം? നിങ്ങൾ ട്രേഡ് യൂണിയനിൽ പട്ടികജാതിക്കാരുണ്ട്, കർഷകരിൽ പട്ടികജാതിക്കാരുണ്ട്. പക്ഷേ
പട്ടികജാതിക്കാരുടെയും പട്ടികവർഗക്കാരുടെയും സ്വത്ത് പ്രശ്നങ്ങളിൽ ഇടപെടണം. അപ്പോൾ സ്വത്ത് പ്രശ്നങ്ങളിൽ ഇടപെടണമെങ്കിൽ അവർക്ക് അവരുടേതായിട്ടൊരു വേദി ഉണ്ടാവണം. അങ്ങനെയാണ് PKC. അപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെമ്പർമാർക്ക് തന്നെ ചിലർക്ക് ഇക്കാര്യത്തിൽ ബോധ്യമില്ലാത്ത അവസ്ഥയുണ്ട്. കാരണം ഞാനൊരു കമ്മ്യൂണിസ്റ്റാണ്, എന്നെ എന്തിനാണ് നിങ്ങൾ പട്ടികജാതിക്കാരനെ ആയിട്ട് ചുരുക്കുന്നത് എന്ന ചോദ്യം. യഥാർത്ഥത്തിൽ ജാതി സ്വത്വ ബോധം സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ സ്വത്വ പ്രശ്നങ്ങളിൽ ഇടപെടാൻ വേണ്ടി നിങ്ങൾ ഒരു പൊതുവേദി സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ന് വർഗരാഷ്ട്രീയത്തിൻ്റെ ബോധമില്ലാത്ത ആളുകളെ അടക്കം വർഗബോധത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അത്തരം പൊതുവേദികൾ ഉണ്ടാക്കുന്നത്. ഇതിവിടെ നിങ്ങൾ തമിഴ്നാട്ടിൽ തൊട്ടുകൂടായ്മക്കെതിരായിട്ട് അൺടച്ചബിലിറ്റി ഇപ്പോൾ ഉണ്ടല്ലോ. കേരളത്തിൽ ഈ നവോത്ഥാന പ്രസ്ഥാനങ്ങൾ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടും പിൽക്കാലത്ത് വർഗസംഘടനകളൊക്കെ പോരാടിയതിൻ്റെ ഫലമായിട്ടും ഇവിടെ തൊട്ടുകൂടായ്മയുടെ പ്രശ്നം ഇപ്പോൾ ഇല്ല. ജാതിസ്വത്വ പ്രശ്നങ്ങൾ ചിലത് വരുന്നുണ്ട്. അതേസമയം തമിഴ്നാട്ടിൽ എത്ര രൂക്ഷമാണ്. അവിടെ പൊതു കിണറ്റിൽ നിന്ന് വെള്ളമെടുക്കാൻ ഈ തൊട്ടുകൂടാത്ത വിഭാഗങ്ങൾക്ക് അവകാശമില്ലാത്ത അവസ്ഥ വരുന്നു. ജാതി മതിലുകൾ ഉണ്ടാവുന്നു. അതിനെതിരായിട്ടുള്ള വലിയ സമരങ്ങൾ, വാച്ചാത്തി സമരമൊക്കെ നമ്മൾ കണ്ടല്ലോ. അപ്പോൾ ഈ ജാതി വിഭാഗത്തിൽപ്പെട്ട ആളുകളെ തൊട്ടുകൂടായ്മക്കെതിരായിട്ടുള്ള ഒരു പ്രസ്ഥാനമാക്കി മാറ്റുന്നതിന് അവിടെയും ഇടപെടുന്നുണ്ട്. ഇപ്പോൾ ആന്ധ്രയിലുണ്ട് ഈ അൺടച്ചബിലിറ്റിക്കെതിരായിട്ട്, അസ്പൃശ്യതക്കെതിരായിട്ടുള്ള സമരങ്ങൾ അവിടെയും നടക്കുന്നുണ്ട്. അത്തരം പൊതുവേദികൾക്കൊക്കെ കമ്മ്യൂണിസ്റ്റുകാർ നേതൃത്വം കൊടുക്കുന്നുണ്ട്. അപ്പോൾ പഴയ നിലയിൽ നിന്നും മാറി ചിന്തിക്കുന്നുണ്ട്. അതായത് ഓരോ വ്യക്തിയുടെയും വർഗനിലയിൽ ജാതി കൂടി ഇടപെടുന്നുണ്ട്. അപ്പോൾ വർഗവും ജാതിയും തമ്മിലുള്ള പരസ്പര ബന്ധത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് വർഗ പ്രശ്നങ്ങളിലും സാമൂഹ്യ പ്രശ്നങ്ങളിലും ഇപ്പോൾ ഇടപെടുന്നുണ്ട്. മാറ്റങ്ങളുണ്ടായിട്ടുണ്ട്. എൻ്റെ പുസ്തകത്തിൽ ആനന്ദ് തെൽത്തുംദെ നടത്തിയിട്ടുള്ളൊരു വിലയിരുത്തൽ പറയുന്നുണ്ട്. ഇപ്പോഴത്തെ അംബേദ്കറിസ്റ്റുകൾ എടുക്കുന്ന തെറ്റായ നിലപാടിനെ വിമർശിച്ചുകൊണ്ടുള്ള ഒരു നിലപാടെടുക്കുന്നുണ്ട്. അപ്പോൾ യഥാർത്ഥത്തിൽ താങ്കൾ പറഞ്ഞ പോലെ ഈ ജന്തർ മന്തർ സമരത്തിൽ അംബേദ്കറുടെ പടം, ഭഗത് സിംഗിൻ്റെ പടം, ചെഗുവേരയുടെ പടം, ഇൻകുലാബ് സിന്ദാബാദ് മുദ്രാവാക്യം വിളി, അതൊക്കെ പുതിയ കാലത്ത് പഴയ രീതിയിലുള്ള വ്യത്യാസങ്ങൾ മാറി വരുന്നു എന്നതിൻ്റെ തെളിവാണ്. മറ്റൊരു കാര്യം, നമ്മുടെ ഭരണഘടന വളരെ ഒരു പ്രതിരോധത്തിൻ്റെ പ്രതീകമായിട്ട് മാറുന്നുണ്ട് പുതിയ കാലഘട്ടത്തിൽ. ഈ പറയുന്ന യുവാക്കളുടെ പ്രക്ഷോഭത്തിലാണെങ്കിലും ഭരണഘടനയും ഭരണഘടനയുടെ ആമുഖവും ഒക്കെയാണ് പ്രധാനപ്പെട്ട പ്രതിരോധത്തിൻ്റെ പ്രതീകമായി അവർ ഉയർത്തിപ്പിടിക്കുന്നത്. ആ ഒരു മാറ്റത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അതായത് ഞാനൊക്കെ ചെറുപ്പകാലത്ത് വിളിച്ചിട്ടൊരു മുദ്രാവാക്യമുണ്ട്, ഈ ഭരണഘടനയ്ക്കെതിരായിട്ടാണ്. പക്ഷെ ഭരണഘടന അതിൻ്റെ നിർദ്ദേശക തത്വങ്ങളിൽ പലതും പറഞ്ഞിട്ടുണ്ട്. നിർദ്ദേശ തത്വങ്ങൾ പറഞ്ഞത് പലതും നടപ്പാക്കിയിട്ടില്ലല്ലോ. തൊഴിലാളികളുടെ അവകാശം ഉൾപ്പെടെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഉണ്ട്, അത് കൃത്യമായിട്ട് നടപ്പാക്കിയിട്ടില്ലല്ലോ. അത് ഭരിക്കുന്ന ഗവൺമെൻറ്റിൻ്റെ മാർഗദർശകമായിട്ടുള്ള ഒരു പൊതു കാഴ്ചപ്പാട് മാത്രമാണ്. അപ്പോൾ അതെല്ലാം സംബന്ധിച്ച് അന്ന് ഭരണഘടനയെ വിമർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ നിലവിലുള്ള ഭരണഘടന രാജ്യത്തിലെ ജനങ്ങൾക്ക് നൽകുന്ന അവകാശങ്ങൾ പോലും ഇല്ലാതാക്കുന്ന നിലയിലേക്ക് ഭരണവർഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് പണ്ടത്തെ വ്യത്യസ്തതയല്ല ഇപ്പോൾ പറയേണ്ടത്. ഇപ്പോൾ നിലവിലുള്ള ഭരണഘടനയുടെ മൂല്യങ്ങളെ തന്നെ തകർക്കാൻ വേണ്ടി സംഘപരിവാർ പരിശ്രമിക്കുന്നു. ഇപ്പോൾ ഈയിടെ കണ്ടല്ലോ, ഭരണഘടനയുടെ ഒരു പുതിയ കോപ്പിയല്ല, പഴയ കോപ്പി ഇപ്പോൾ വിതരണം ചെയ്യുന്നു. സെക്യുലറിസവും സോഷ്യലിസവും ഇല്ലാത്തതായിട്ടുള്ള ഒരു ഭരണഘടനയുടെ കോപ്പി വരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്കിപ്പോൾ ആസ് ഇറ്റ് ഈസ് ഈ ഭരണഘടനാ മൂല്യങ്ങൾ, ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന തത്വങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ എല്ലാവരെയും ഒന്നിപ്പിക്കുകയാണ് വേണ്ടത്. അത് കമ്മ്യൂണിസ്റ്റുകാർ ചെയ്യുന്നുണ്ട്. പ്രായോഗിക രാഷ്ട്രീയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് ചില ഘട്ടങ്ങളിൽ ആദർശങ്ങളെ ഒക്കെ കോംപ്രമൈസുകൾ ചെയ്യേണ്ട ഒരു ഘട്ടം വരാറുണ്ട്. അപ്പോൾ CPM-നെ സംബന്ധിച്ചിടത്താണെങ്കിലും ചില വിഷയങ്ങളിൽ ഒരു പ്രധാനപ്പെട്ട പല വിഷയങ്ങളിൽ ഇടയ്ക്ക് പിന്നോട്ട് പോകുന്നു എന്നുള്ളൊരു സൂചന ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ ശബരിമല വിഷയത്തിൽ അങ്ങനെ ഒരു വിമർശനം ഉയർന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നവോത്ഥാനത്തെക്കുറിച്ച് സംസാരിക്കുമ്പോൾ കേരളത്തിലെ നവോത്ഥാന പ്രസ്ഥാനത്തിൻ്റെ സമകാലിക ചരിത്രത്തിൽ മുന്നോട്ട് പോക്കായിട്ട് അടയാളപ്പെടുത്തിയായിരുന്നു ആ കാലഘട്ടത്തിൽ ശബരിമല പ്രക്ഷോഭം. പക്ഷെ പിന്നീട് ആ ഒരു
ഊർജ്ജസ്വലതയോടെ ആ കോഴ്സ് മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ട് കണ്ടിട്ടില്ല. അതൊരു പിന്നടത്തമായിരുന്നു. അതായത് ഈ ശബരിമല ഇഷ്യൂ ദീർഘകാലം സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുള്ള വാദപ്രതിവാദത്തിനൊടുവിലാണല്ലോ സ്ത്രീകൾക്ക് ശബരിമലയിൽ പ്രവേശനമാവാം എന്നുള്ള വിധി സുപ്രീം കോടതി പ്രകടിപ്പിച്ചത്. അപ്പോൾ അതിൽ കൗതുകരമായിട്ട കാര്യം, ഇതിനെതിരായിട്ട് ആചാര സംരക്ഷണ പ്രക്ഷോഭം നടന്നല്ലോ. അതെ, ആ പ്രക്ഷോഭത്തിൽ RSS കൂടി പങ്കെടുത്തു. അതെ, NSS ആണ് തീരുമാനിച്ചത്, RSS കൂടി പങ്കെടുത്തു. RSSൻ്റെ നിലപാടെന്തായിരുന്നു ഇക്കാര്യത്തിൽ? നിങ്ങൾ പിന്നടത്തം പറഞ്ഞല്ലോ. അതെ. അപ്പോൾ RSS നേരത്തെ രാജസ്ഥാനിലെ നാഗൗറിൽ ചേർന്നിട്ടുള്ള ഓൾ ഇന്ത്യ പ്രതിനിധി സഭ ഈ സുപ്രീം കോടതി വിധി വരുന്നതിന് മുമ്പ് തന്നെ ഈ ഹിന്ദു ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമാവാമോ എന്ന വിഷയം ചർച്ച ചെയ്യുന്നുണ്ട്. കോമണായിട്ട് രാജ്യത്തുടനീളമുള്ള ഹിന്ദു ക്ഷേത്രങ്ങളിൽ സ്ത്രീകൾക്ക് പ്രവേശനമാവാം എന്നതാണ് അവർ തീരുമാനിച്ചത്. വിധി വന്നപ്പോൾ അവരും സ്വാഗതം ചെയ്തു. അവരും സ്വാഗതം ചെയ്തു. കോൺഗ്രസ് സ്വാഗതം ചെയ്തു, CPM സ്വാഗതം ചെയ്തു. അപ്പോൾ നമ്മൾ അല്ല പിന്നടത്തം ആരാ നടത്തിയത്? സംഘപരിവാരം, ഇപ്പുറത്ത് കോൺഗ്രസ്. നമ്മൾ ഒരു സുപ്രീം കോടതി വിധി വന്നിരിക്കുകയാണ്, സ്ത്രീകൾക്ക് പ്രവേശനമാവാം. അപ്പോൾ അതിനെ സ്വാഭാവികമായിട്ടും അനുകൂലിക്കുന്ന നിലപാടൊന്ന് സ്വീകരിച്ചിട്ടുണ്ട്. അത് ഈ പറയുന്ന വിശ്വാസികൾക്കിടയിൽ പാർട്ടിയെക്കുറിച്ച് തെറ്റിദ്ധാരണക്കിടയാക്കിയിട്ടുണ്ട്. നമ്മൾ ഒരു സുപ്രീം കോടതി വിധി വന്നപ്പോൾ ആ വിധിയെ അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിച്ചത്. അപ്പോൾ പിൽക്കാലത്ത് ആ നിലപാട് അതേ നിലക്ക്, കാരണം സുപ്രീം കോടതി വിധി തന്നെ ഇപ്പം വീണ്ടും പുനഃപരിശോധിക്കുകയാണ്. അപ്പോൾ ആ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതിനൊത്ത നിലപാട് നമ്മൾ എടുത്തു എന്നല്ലാതെ പഴയതെല്ലാം തെറ്റായിപ്പോയെന്ന് പാർട്ടി ഇപ്പോഴും പറഞ്ഞിട്ടില്ല. സുപ്രീം കോടതി വിധി ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടല്ലോ. അതുപോലെ തന്നെ വിശ്വാസവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ആരാധനാ കേന്ദ്രങ്ങളും RSSന് വിട്ടുകൊടുക്കേണ്ടതില്ല എന്നൊരു നയം കൂടിയുണ്ടോ? അതിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറയുന്നത് ഈ വരട്ട് തത്വവാദികളല്ല, സിദ്ധാന്തം ഉരുവിട്ടുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ ലെനിൻ്റെ പ്രശസ്തമായിട്ടൊരു ഉദ്ധരണിയുണ്ട്, മൂർത്തമായ സാഹചര്യത്തിലെ മൂർത്തമായ പ്രയോഗം. അപ്പോൾ നിങ്ങൾ ഇന്ത്യൻ വിപ്ലവത്തിന് വേണ്ടി ഒട്ടേറെ പരിശ്രമങ്ങൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുണ്ട്. ഓരോ കാലത്തും അതിനൊത്ത സമീപനം സ്വീകരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ മൂർത്തമായ സാഹചര്യം എന്താ? ഇന്നത്തെ മൂർത്തമായ സാഹചര്യം വിശ്വാസികളെ വർഗീയവാദികളാക്കി മാറ്റി ജാതീയമായിട്ടുള്ള വ്യത്യാസങ്ങളൊക്കെ അടിച്ചമർത്തലൊക്കെ ഉള്ള സമൂഹത്തിൽ അതിനെയൊക്കെ ഒരു സോഷ്യൽ എൻജിനീയറിങ്ങിലൂടെ ഒന്നിപ്പിച്ച് രാജ്യത്തിൻ്റെ അധികാര കസേരയിൽ പിടിമുറുക്കുകയാണ്. ആര്? സംഘപരിവാരം. അതിന് നേരത്തെ പറഞ്ഞ പോലെ കോർപ്പറേറ്റ് മൂലധന ശക്തികളുടെ കൃത്യമായിട്ടുള്ള പിന്തുണയുണ്ട്. വലിയ നിലക്ക് പണം കൊടുക്കുന്ന അവർ. ഇപ്പോൾ കേരളത്തിലെ ഈ സതീശൻ ഭരണമുണ്ടല്ലോ, എന്താ കേരളത്തിൽ നടപ്പാക്കുന്നത്? കോർപ്പറേറ്റുകൾക്ക് നമ്മുടെ കേരളത്തിൻ്റെ അടക്കം സമ്പത്ത് കൊടുക്കാനുള്ള കൃത്യമായ ഇടപെടൽ. വിഴിഞ്ഞത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ കണ്ടല്ലോ. അദാനിയുടെ പ്രതിനിധിയായിട്ട് കൂടിയാലോചന നടത്താൻ വേണ്ടി മംഗലാപുരത്തേക്ക് ചാർട്ടേഡ് വിമാനത്തിൽ പോകുന്നു സതീശൻ. അപ്പോൾ BJP കൂടി സ്വീകാര്യമായിട്ടുള്ളൊരു നിലപാട് സ്വീകരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പിന്നടത്തൊന്നും നടത്തുന്നില്ല. മൂർത്തമായ സാഹചര്യം മനസ്സിലാക്കിക്കൊണ്ട് വിശ്വാസികളെ കൂടി മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കൂടെ നിർത്തണം എന്നതാണ് ഈ മൂർത്തമായ സാഹചര്യം നമ്മോട് ആവശ്യപ്പെടുന്നത്. അതനുസരിച്ചുള്ള നിലപാടാണ് പാർട്ടി സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് ക്ഷേത്ര കമ്മിറ്റികൾ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി താങ്കളെ അതിൻ്റെ നേതൃത്വത്തിൽ അവരോധിച്ചുവെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. അത് ഈ സംഘപരിവാർ ഹാൻഡിലുകൾ ഈ നുണ നിർമ്മിതികൾ ഇങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുക. അത് ഫാസിസ്റ്റുകൾ എല്ലാ സ്ഥലത്തും നടത്തുക. ആ നുണ നിർമ്മിതിയുടെ അവസാനത്തെ ഒരു അധ്യായമാണ് താങ്കൾ പറഞ്ഞത്. അങ്ങനെ ഒരു തീരുമാനവും CPM എടുത്തിട്ടില്ല. അതേസമയം ആരാധനാലയങ്ങൾ വിശ്വാസികൾ കൈയടക്കുന്ന, ഇപ്പോൾ CPM കൈയടക്കാൻ ശ്രമമെന്നല്ലേ ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ സംഘപരിവാരമാണ് കൈയടക്കാൻ വേണ്ടി കൃത്യമായ പദ്ധതി തയ്യാറാക്കിയിട്ടുള്ള. ആ പദ്ധതി ഈ പുസ്തകത്തിൽ തുറന്നു കാണിക്കുന്നുണ്ട്. ക്ഷേത്ര സംരക്ഷണ സമിതി അതിൻ്റെ ഭാഗമായിട്ടാണല്ലോ. അപ്പോൾ വിഗ്രഹപ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളെയും കീഴാളരുടെ മൂർത്തികളെ ആരാധിക്കുന്ന കാവുകൾ, മടപ്പരകൾ, പതികൾ ഇതിനെയൊക്കെ ഒറ്റക്കണ്ണിയിൽ കോർത്തുകൊണ്ട്
വിശ്വാസികളെ വർഗീയവൽക്കരിക്കാൻ വേണ്ടി അവരാ ശ്രമിക്കുന്നത്, ആരാധനാലയങ്ങളെ കൈയടക്കാൻ അവരാ ശ്രമിക്കുന്നത്. CPIM കൈയടക്കാൻ യാതൊരു ശ്രമവും നടത്തുന്നില്ല. പക്ഷേ ക്ഷേത്രത്തിലെത്തുന്ന വിശ്വാസികളോട് ഇത്തരം വർഗീയവാദ പരിശ്രമം നടത്തുമ്പോൾ ജാഗ്രതപ്പെടാൻ CPIM അഭ്യർത്ഥിക്കുന്നു. അതോടൊപ്പം ഈ ക്ഷേത്ര പരിപാടികളും ആരാധനയുമായി ബന്ധപ്പെട്ട പരിപാടികളും ഒക്കെ രാഷ്ട്രീയ സംവാദത്തിനുള്ള വേദിയാക്കാൻ, രാഷ്ട്രീയ പ്രചാരണത്തിനുള്ള വേദിയാക്കാൻ ശ്രമിക്കുന്നതിന് RSS ശ്രമിക്കുന്നതിനെ പ്രതിരോധിക്കാനുള്ള എന്ത് സമീപനമാണ്? അതായത് വളരെ പ്രസക്തമായിട്ട് ചോദ്യമാണ് ജിജീഷ് ചോദിച്ചത്. അതായത് പണ്ടൊക്കെ ഉത്സവങ്ങളോടനുബന്ധിച്ച് നാടകങ്ങൾ, സാമൂഹ്യ നാടകങ്ങളാണ്. അതെ, പുരാണ നാടകങ്ങളല്ല, സാമൂഹ്യ നാടകങ്ങൾ. സാംബശിവൻ്റെ കഥാപ്രസംഗം, KPSCയുടെ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്നുള്ള നാടകം. കാരണം അതിലൊക്കെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളാണ്. മുന്നിലിരിക്കുന്ന സദസ്യർ അവർ പിന്നെ അമ്പലത്തിലെ ഉത്സവത്തിന് വന്നതാണ്, പക്ഷേ അവരുടെ മൂർത്തമായ ജീവിത പ്രശ്നങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള സാമൂഹ്യ നാടകങ്ങൾ അവതരിപ്പിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അവിടെ ഉത്സവങ്ങൾ എല്ലാവരെയും ഒന്നിപ്പിക്കുന്ന നിലക്ക് വരേണ്ടതുണ്ട് എന്നതാണ് എൻ്റെ അഭിപ്രായം. അതനുസരിച്ചുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. ഈ കലാരൂപങ്ങൾ മാത്രമല്ല, പ്രഭാഷണങ്ങളും ആ രീതിയിലേക്ക് മാറുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ ഉത്സവങ്ങളിലൊക്കെ നല്ല നല്ല സാംസ്കാരിക പ്രഭാഷണങ്ങൾ നടത്തി ജനങ്ങൾക്കിടയിൽ നല്ല ഐക്യം ഉണ്ടാക്കേണ്ടതുണ്ട്. അതിന് ശ്രമിക്കണം. ഇപ്പോൾ ഇന്ത്യ ഒരു വൈവിധ്യങ്ങളുടെ രാജ്യമായി നിലനിൽക്കണമെങ്കിൽ ഇനി അടിസ്ഥാനപരമായി നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അല്ലെങ്കിൽ താങ്കളുടെ കാഴ്ചപ്പാട്? അല്ല, ഒന്ന് ഈ ഭരണഘടനയുടെ അവബോധം അത് ജനങ്ങളിൽ ഉണ്ടാക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അത് നിങ്ങൾ നോക്കൂ, ഭരണഘടനയുടെ ആദ്യത്തെ വാചകം വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ആദ്യത്തെ വാക്കെന്താണ്? നാം. അപ്പം നമ്മെ ഭിന്നിപ്പിക്കാൻ വേണ്ടി ആസൂത്രിതമായ പരിശ്രമങ്ങൾ നടക്കുമ്പോൾ ആ ഭരണഘടനയുടെ മൂല്യബോധം ജനങ്ങളെ പഠിപ്പിക്കുക. രാഷ്ട്രശില്പികളാണല്ലോ ഭരണഘടന ഉണ്ടാക്കിയത്. ആ രാഷ്ട്രശില്പികൾ ഭരണഘടന ഉണ്ടാക്കിയത് ഒരു മുറിക്കകത്ത് അടച്ചിരുന്നിട്ടല്ല, നേരെ മറിച്ച് അതിനൊരു സമരത്തിൻ്റെ പശ്ചാത്തലമുണ്ട്. അപ്പോൾ ആ സമരത്തിലൂടെ രൂപപ്പെട്ട ഇന്ത്യ എന്ന് പറയുന്ന സ്വത്വം, ആ സ്വത്വത്തെ ഭിന്നിപ്പിക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. എങ്ങനെ? ജാതി സ്വത്വ രാഷ്ട്രീയം, മതസ്വത്വ രാഷ്ട്രീയത്തെ അടിസ്ഥാനപ്പെടുത്തി ഇന്ത്യ എന്ന ആ സ്വത്വത്തെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇന്ത്യ എന്ന സ്വത്വം എങ്ങനെ രൂപപ്പെട്ടു? അത് വിദ്യാർത്ഥികളെ പഠിപ്പിക്കണം, യുവാക്കളെയും യുവതികളെയും പഠിപ്പിക്കണം, ജനങ്ങളെയായി പഠിപ്പിക്കണം. അങ്ങനെ ഇതിനെ പ്രതിരോധിക്കാനാവും എന്ന ഉറച്ച വിശ്വാസമുണ്ട്. നമ്മൾ ഇതിൻ്റെ ഒരു അവസാന ഘട്ടത്തിലേക്ക് കടന്നാൽ, ഇടതുപക്ഷം ഇന്ത്യയുടെ ദേശീയ രാഷ്ട്രീയത്തിൽ വളരെ നിർണായകമായ ഒരു പങ്ക് വഹിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് പാർലമെൻറ്റിലെ MP-മാരുടെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ ആ അർത്ഥത്തിൽ എങ്കിലും ഒരു തിരിച്ചടി നേരിടുന്ന ഒരു സമയമാണിത്. എന്തുകൊണ്ടായിരിക്കും ആ ഒരു തിരിച്ചടി ഉണ്ടായത്? എങ്ങനെയായിരിക്കും ഇതിൽ നിന്ന് മുന്നോട്ട് പോകാൻ കഴിയുക? അത് തിരിച്ചടി എന്ന് പറയുമ്പോൾ ഇവിടെ മാത്രമല്ലല്ലോ. ഇവിടെ മാത്രമല്ല, ലോകാടിസ്ഥാനത്തിൽ ലോകത്തിലെ സോഷ്യലിസത്തിൻ്റെ ശക്തികൾക്ക് തിരിച്ചടി നേരിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ 1917 റഷ്യൻ വിപ്ലവത്തിന് ശേഷം അടിവച്ച് ലോകത്തിലെ സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുടെ ഭൂവിസ്തൃതി വർദ്ധിച്ചിട്ടുണ്ട്. എന്നാൽ 90-കൾക്ക് ശേഷം ആ ഭൂവിസ്തൃതി ചുരുക്കപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ലോകത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തന്നെ ചിലത് പിരിച്ചുവിട്ടു, പേര് മാറ്റി. അപ്പോൾ അതുകൊണ്ട് ഇത് ഒരു തിരിച്ചടിയുടെ കാലഘട്ടമാണ് എന്ന് തിരിച്ചറിയുന്നു മാർക്സിസ്റ്റുകാരായിട്ടുള്ള നമ്മൾ. ആ തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകാനാണ് നമ്മൾ പരിശ്രമിക്കുന്നത്. അത് ഇന്ത്യൻ സാഹചര്യത്തിലും ശരിയാണ്. ഇപ്പോൾ ബംഗാൾ, ത്രിപുര, ഇപ്പോൾ കേരളത്തിലും തിരഞ്ഞെടുപ്പ് പരാജയം നേരിട്ടു. അപ്പോൾ അവിടെ എന്തുകൊണ്ട് പരാജയം നേരിട്ടു എന്ന കാര്യം നമ്മൾ പഠിക്കുന്നുണ്ട്. അതിൻ്റെ ഉൾപാർട്ടി ചർച്ച ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് മറ്റു പാർട്ടികളെ പോലെയല്ലല്ലോ കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അപ്പോൾ സൂക്ഷ്മതലത്തിൽ പഠിക്കണം. 10 കൊല്ലം നമ്മൾ കേരളത്തിൽ ഭരിച്ചു, 34 കൊല്ലം ബംഗാളിൽ ഭരിച്ചു. എന്തുകൊണ്ട് തിരിച്ചടി ഉണ്ടായി? അത് നമ്മൾ പരിശോധിക്കുന്നുണ്ട്. തിരിച്ചടിയിൽ നിന്ന് പാഠം ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകണം. കേരളത്തിലെ തിരിച്ചടിയെ സംബന്ധിച്ച് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ കേന്ദ്ര കമ്മിറ്റി പറഞ്ഞു വെച്ചല്ലോ. അതായത് സംസ്ഥാന കമ്മിറ്റി പറഞ്ഞു വെച്ചതിനേക്കാളും കൂടുതൽ വ്യക്തതയോടുകൂടി കേന്ദ്ര കമ്മിറ്റി ഇപ്പോൾ പറഞ്ഞു വെച്ചു. അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജൈവഘടനയുടെ ഭാഗമാണ്. എന്താ ജൈവഘടന? പാർട്ടിക്കകത്ത് ജനാധിപത്യപരമായിട്ടുള്ള ചർച്ച.
സ്വതന്ത്രവും ഉള്ളുതുറന്നതുമായിട്ടുള്ള ചർച്ച പാർട്ടിയിൽ ഉടനീളം നടന്നു. അപ്പോൾ പറ്റിയിട്ടുള്ള പെശകുകൾ, തെറ്റുകൾ, പോരായ്മകൾ ഇതൊക്കെ പാർട്ടി ചർച്ചയിൽ ഉയർന്നു വന്നിട്ടുണ്ട്. അത് പരിഹരിച്ചുകൊണ്ട് മുന്നോട്ട് പോകണം. കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് അത്തരത്തിലുള്ള ജൈവപരമായ ഒരു ചർച്ചയുടെ കുറവ് പാർട്ടി സംഘടനയ്ക്കകത്തുണ്ടായിരുന്നു എന്ന് ഒരു വിമർശനമുണ്ട്. അത് അല്ല, ഒന്നും കണ്ടെത്തിയില്ല എന്ന് പറഞ്ഞുകൂടാ, ചർച്ച ചെയ്തിട്ടില്ലെന്നും പറഞ്ഞുകൂടാ. പക്ഷേ താങ്കൾ പറഞ്ഞ പോലെ അത് പൂർണ്ണ തോതിൽ വന്നിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് 10 കൊല്ലത്തെ ഭരണത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഭരണ നേതൃത്വത്തിൽ അഴിമതി ഉണ്ടെന്ന് പറയാനാവില്ല. ഇല്ല. അതേസമയം വികസന നേട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കേരളം പോലെയുള്ള സംസ്ഥാനത്തിൻ്റെ വരുമാന സ്രോതസ്സ് വളരെ കുറവാണ്. നികുതിയേതര വരുമാനം. അപ്പോൾ ബദൽ വരുമാന മാർഗമുണ്ടാക്കി വലിയ നിലക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട്, ക്ഷേമ നടപടികൾ കൈക്കൊണ്ടിട്ടുണ്ട്. പക്ഷേ ഇതുകൊണ്ട് മാത്രം രാഷ്ട്രീയ മുന്നേറ്റം ഉണ്ടാക്കുക, അത് മനസ്സിലാക്കുന്നതിൽ പോരായ്മ സംഭവിച്ചിട്ടുണ്ട്. കാരണം വികസന നേട്ടങ്ങൾ കൊണ്ടോ ക്ഷേമ നേട്ടങ്ങൾ കൊണ്ടോ മാത്രം രാഷ്ട്രീയമായിട്ടുള്ള ബലാബലത്തിൽ മാറ്റം വരില്ല. അത് ഞാൻ ഉദാഹരണത്തിന് 57 തെരഞ്ഞെടുപ്പ്, കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആദ്യമായിട്ട് അധികാരത്തിൽ വന്ന ലോകത്ത് തന്നെ പ്രകമ്പനം സൃഷ്ടിച്ചിട്ടുള്ള തെരഞ്ഞെടുപ്പ് ഫലമായിരുന്നല്ലോ അത്. അന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് 35.7% വോട്ടാണ് കിട്ടിയത്. പക്ഷേ നിയമസഭയിൽ 60 സീറ്റ് കിട്ടി. എന്തേ കാരണം? അന്ന് കമ്മ്യൂണിസ്റ്റ് വിരുദ്ധ പാർട്ടികൾ ഭിന്നിച്ച് മത്സരിച്ചു. എന്നാൽ 60 തെരഞ്ഞെടുപ്പിൽ വരുമ്പോൾ ഈ ഭിന്നിച്ച് മത്സരിച്ച 3 പ്രധാനപ്പെട്ട കക്ഷികൾ ഒരുമിച്ച് ചേർന്നു. അതിൻ്റെ പേരാണ് മുക്കൂട്ട് മുന്നണി. ആ മുക്കൂട്ട് മുന്നണി യോജിച്ച് മത്സരിച്ചപ്പോൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സീറ്റ് 29%, വോട്ട് 39 വർദ്ധിച്ചു. മനസ്സിലായില്ലേ? അപ്പോൾ അത് മുതൽ ഇങ്ങോട്ടുള്ള തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എബവ് 50% ആവുന്നില്ല നമ്മുടെ മുന്നണിക്ക്. 2021 നമുക്ക് 99 സീറ്റ് കിട്ടി. അന്നേരത്തും 50%-ലേറെ വോട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭരണ നേട്ടങ്ങളെ സംബന്ധിച്ച് നമ്മൾ പ്രചരിപ്പിച്ചു. പക്ഷേ ആ ഭരണ നേട്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി രാഷ്ട്രീയ ബലാബലത്തിൽ ഇടതുപക്ഷത്തിന് അനുകൂലമായ മാറ്റം വരുത്താൻ നമുക്ക് കഴിഞ്ഞില്ല. ഇതാണ് മെയിൻ റീസൺ, ഒരു പ്രധാനപ്പെട്ട കാരണം. അതാണ് ഒരു രാഷ്ട്രീയ കക്ഷിയുടെ, പ്രത്യേകിച്ച് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ പ്രാഥമികമായ കടമ എന്ന് പറയുന്നത് രാഷ്ട്രീയം പറയുക എന്നുള്ളതാണല്ലോ. ആ രാഷ്ട്രീയം പറയുന്ന ഒരു പ്രക്രിയയിൽ അല്പം കുറവ് കഴിഞ്ഞ ഒരു 15 കാലത്ത് സംഭവിച്ചു. അത് പാർട്ടി കേന്ദ്ര കമ്മിറ്റി കൃത്യമായി ചൂണ്ടിക്കാണിച്ചല്ലോ. കേന്ദ്ര കമ്മിറ്റി കൃത്യമായി ചൂണ്ടിക്കാണിച്ചു. അപ്പോൾ അത്തരം പോരായ്മകൾ പരിഹരിച്ച് വർഗരാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാണ് പാർട്ടി ഇപ്പോൾ പരിശ്രമിക്കുന്നത്. നമുക്കിത് അവസാനിപ്പിക്കാം. നമ്മൾ ഇത്രയും നേരം കേരളത്തിൻ്റെ ചരിത്രവും നവോത്ഥാനത്തിൻ്റെ ചരിത്രവും പറഞ്ഞു, ഇന്ത്യ ഇപ്പോൾ എത്തി നിൽക്കുന്ന സമകാലിക രാഷ്ട്രീയ സാഹചര്യം പറഞ്ഞു, ഇടതുപക്ഷത്തിൻ്റെ ഒരു സാഹചര്യം പറഞ്ഞു. ഇനി മുന്നോട്ട് നോക്കുമ്പോൾ ഇന്ത്യയുടെ ജനാധിപത്യ ഭാവിയെക്കുറിച്ച്, നമ്മുടെ സമൂഹത്തിൻ്റെ ജനാധിപത്യ ഭാവിയെക്കുറിച്ച് പ്രതീക്ഷ നൽകുന്നത് എന്താണ്? പുതിയ തലമുറ, അതിലാണ് പ്രതീക്ഷ. കാരണം ഈ ജന്തർ മന്ദറിൽ 30-ലധികം ദിവസം നീണ്ടു നിന്നിട്ടുള്ള ആ പ്രക്ഷോഭം ഞങ്ങളും പഠിക്കണം, സമൂഹമാകെ പഠിക്കണം. എന്തുകൊണ്ടിത് വന്നു? കാരണം എത്ര ശക്തമായിട്ടാണ് അടിച്ചമർത്താൻ ശ്രമിച്ചത്. അപ്പോൾ BJPയും അതിൻ്റെ പിന്നിലുള്ള RSSും അതിനെ കൃത്യമായിട്ട് തകർക്കാൻ ശ്രമിച്ചല്ലോ. ഇൻ്റർനെറ്റ് കട്ട് ചെയ്തു, ഡൽഹിയിലെ മെട്രോ സ്റ്റേഷനുകൾ അടച്ചിട്ടു. എന്നിട്ടും എരച്ചെത്തിയല്ലോ പാറ്റകൾ. പക്ഷെ പാറ്റകൾ ഒറ്റക്കല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിനൊരു സംഘടനാ രൂപമുണ്ടായി. ആ സംഘടനാ രൂപമാവട്ടെ വിദ്യാർത്ഥി സംഘടനകളുടെ ഒരു കോർ കമ്മിറ്റി അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരുന്നു. അതാണല്ലോ ഈ അശുതോഷ് റാങ്ക എന്ന് പറയുന്ന CJPയുടെ വക്താവ് പറഞ്ഞത്, ഞങ്ങൾക്ക് SFIയുടെയും ASFൻ്റെയും നേതാക്കന്മാരുടെ പിന്തുണ കിട്ടിയെന്നാണ്. അത് വെറുതെ വരുന്നതല്ല. അപ്പോൾ അത്തരത്തിലുള്ള ഇടപെടലുകൾ ഇനി അങ്ങോട്ടും ഉയർന്നു വരും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ പുതിയ തലമുറയിൽ നമുക്ക് പ്രതീക്ഷയുണ്ട്. കാരണം രാജ്യത്തിലെ ജനാധിപത്യത്തെയും മതനിരപേക്ഷതയെയും സാമൂഹ്യ നീതിയെയും മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് പുതിയ രൂപത്തിലുള്ള സമരങ്ങൾ ആവശ്യമാണ്. ആ സമരങ്ങൾ ഉയർന്നു വരും. അങ്ങനെ നമ്മുടെ നവോത്ഥാനത്തെ മുന്നോട്ട് നയിക്കപ്പെടും
ജനാധിപത്യത്തെ പുഷ്ടിപ്പെടുത്തും, ആ സാമൂഹ്യ നീതിയും ഉറപ്പുവരുത്താൻ കഴിയും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വളരെ നന്ദി ശ്രീ ഓക്കെ. പി ജയരാജൻ, നമ്മളോടൊപ്പം ഇത്രയും സമയം ചെലവഴിച്ചതിന്.